നമ്മൾ എവിടെ എഴുതി നിർത്തിയത്? ലാസ്റ്റ് എടുത്ത ടോപ്പിക് ഏതാ? ബെഞ്ച് ഇവിടെയല്ല, എവിടെയാ? അവരുടെ ബെഞ്ച് ബാക്കിൽ അല്ലേ? അവിടെ ആള് വരാത്ത കാരണം തൽക്കാലം ഇവിടെ ഇരുന്നോ. അടുത്ത ദിവസം ഇങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. ഫ്രണ്ട്ലിക്ക് അല്ലേ വരും, അപ്പം ഫ്രണ്ട്ലിക്ക് ഇരുന്നോളൂ നാളെ കേട്ടോ. എഴുതു മക്കളെ. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് ആരാണ്? കോൺസെൻട്രേഷൻ. ഇതല്ലേ എഴുതിയത് ലാസ്റ്റ്? കണ്ടക്ടിവിറ്റി എഴുതിയിട്ടില്ലേ? മോളാർ കണ്ടക്ടിവിറ്റി അല്ലെ? ടോപ്പിക് എന്തായിരുന്നു? വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി അല്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കുക. അതില് ഈ കണ്ടക്ടിവിറ്റി നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെ, ഒരു ഗിവൺ സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷന് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്ത്? കണ്ടക്ടിവിറ്റി. അതിന്റെ കണ്ടക്ടിവിറ്റിനെയാണ്, അതിന് കറണ്ട് കടത്തിവിടാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെറും കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ബോളിൽ ശ്രദ്ധിക്കുക കേട്ടോ, ബോളിൽ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മേഖലയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നന്നായി ശ്രദ്ധിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരികയാണ്. ഇതാ, ഇതില് 1 ലിറ്റർ വെള്ളം ഉണ്ട്. ഇതില് 2 സ്പൂണ് NaCl സൊല്യൂഷൻ മിക്സ് ചെയ്തു. 2 സ്പൂണ് NaCl സൊല്യൂഷൻ മിക്സ് ചെയ്തു. ഇനി 1 ലിറ്റർ വെള്ളമുണ്ട്. ഇതില് 10 സ്പൂണ് NaCl സൊല്യൂഷൻ മിക്സ് ചെയ്തു. ഓക്കെ, ഇതിൽ ആരാണ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക? എന്താണ് ഇതിൽ ആരാണ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ. ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? ഡിഫറെന്റ് ആയിരിക്കും. ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താണ്? അവരുടെ എന്തിൽ വ്യത്യാസമുണ്ട്? കോൺസെൻട്രേഷനിൽ വ്യത്യാസമുണ്ട് അല്ലെ? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. ഞാനത് ചോദിച്ചില്ല, നിങ്ങൾ പഠിച്ചോണ്ടെന്ന് വിചാരിക്കണം. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി എങ്ങനെയാ? കണ്ടക്ടിവിറ്റി എന്താണ്? ഇൻക്രീസസ് വിത്ത് അല്ലെ, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ, അങ്ങനെയല്ലേ പറഞ്ഞത്? കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. കോൺസെൻട്രേഷൻ കുറയുക അല്ലെങ്കിൽ ഡൈലൂഷൻ കൂടുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ത് ചെയ്യും? പറയൂ. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ അയോണുകളുടെ എണ്ണം കുറയുമ്പോൾ ഓവറോൾ എന്താണ്? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവ് കുറയും. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയത്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അത് ക്ലിയർ ആയി. അപ്പൊ അത് ജസ്റ്റ് മാർക്ക് ചെയ്തതാണ്. ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊണ്ടുവരാം നമുക്ക്. അപ്പൊ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതുപോലെ എന്താണ്? കണ്ടക്ടിവിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കണ്ടക്ടിവിറ്റിയുടെ അവസ്ഥ എന്താണ്? കണ്ടക്ടിവിറ്റി സിമ്പിൾ എന്തായിരുന്നു? കണ്ടക്ടിവിറ്റിയുടെ കാപ്പ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ആരാണ്? C ഫോർ കോൺസെൻട്രേഷൻ ഓർ കോൺസെൻട്രേഷൻ കുറയാന്ന് പറഞ്ഞാൽ എന്താ? ഡൈലൂഷൻ എന്ത് ചെയ്യുന്നു? കൂടും. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ പോയിന്റ്. കുഴപ്പമില്ലല്ലോ. ഓവറോൾ കണക്കാണ് എന്തിൽ നോക്കുന്നത്? കണ്ടക്ടിവിറ്റിയിൽ നോക്കുന്നത്. മൊത്തം എത്ര എന്തുണ്ട്? അയോൺസ് പെർ യൂണിറ്റ് വോളിയത്തിലുണ്ട് അല്ലെ? മൊത്തം എത്ര അയോൺസ് എവിടെയുണ്ട്? പെർ യൂണിറ്റ് വോളിയത്തിലുണ്ട്. കാപ്പ ഒരു ഗിവൺ സൊല്യൂഷന് കോൺസ്റ്റന്റ് ആണോ? അതെ, ഒരു ഗിവൺ സൊല്യൂഷന് കാപ്പ എന്താണ്? കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ മാറി എന്ത് മാറും? അതേ സൊല്യൂഷന്റെ തന്നെ കാപ്പയുടെ വാല്യൂല് എന്ത് കാണിക്കും? പറയോ മക്കളെ? വ്യത്യാസം കാണിക്കും. നമ്മൾ കണ്ടു, ഇപ്പൊ തന്നെ വരച്ചേ ഉള്ളൂ അല്ലെ? 2 സൊല്യൂഷനും ഒരേ സൊല്യൂഷൻ ആണ് അല്ലെ? സൊല്യൂട്ടും സോൾവന്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ കോൺസെൻട്രേഷൻ വ്യത്യാസമുണ്ട്. ഇതിന്റെ കാപ്പ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിന്റെ കാപ്പ ഇതിന് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? കാപ്പ മാറും. കണ്ടക്ടിവിറ്റി കാപ്പ. കുഴപ്പമില്ലല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ? കാപ്പയുടെ യൂണിറ്റ് എഴുതി വെച്ചാ നമ്മള് എഴുതി തോണു. കാപ്പയുടെ യൂണിറ്റ് ലാസ്റ്റ് എഴുതിയില്ലേ? ഒന്ന് നോക്കിയേ. കാപ്പയുടെ യൂണിറ്റ് എന്തായിരുന്നു? സീമൻ സെന്റിമീറ്റർ റേസ് ടു -1. കാപ്പയുടെ യൂണിറ്റ് വന്ന എന്താ? സീമൻ സെന്റിമീറ്റർ റേസ് ടു -1. ശരിയല്ലേ മക്കളെ? ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പുതിയൊരു ടോപ്പിക് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതായത് മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ കണ്ടക്ടിവിറ്റി അവിടെ ഉണ്ട്. കണ്ടക്ടിവിറ്റി കണ്ടപ്പോ നമുക്ക് മനസ്സിലായി കറണ്ടിന് എന്ത് ചെയ്യാനുള്ള കഴിവാണ്? കറണ്ടിനെ എന്തിനുള്ള കഴിവാ?
കടത്തിവിടാനുള്ള കഴിവാണ് അല്ലെ. തടസ്സം അനുകൂലം എന്ന് പറഞ്ഞിരുന്നു അല്ലെ. തടസ്സം ആരൊക്കെയാണ്? തടസ്സത്തിനെ സൂചിപ്പിക്കുന്ന ആരൊക്കെയാ? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും. അനുകൂലത്തിനെ സൂചിപ്പിക്കുന്ന ആരൊക്കെയാ? കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും അല്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോ പുതിയൊരു ടേം കൊണ്ടുവരികയാണ്, മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ ഏത് സമയത്തെ കണ്ടക്ടിവിറ്റി. മോളാർ എന്ന് പറയുമ്പോൾ അവിടെ ഏത് വാക്കാ വരണേ? മോള്. എന്താ വരണേ? മോള്. അപ്പൊ എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉണ്ടാകാൻ പാടൂ സൊല്യൂഷനില്? 1 മോൾ ഇലക്ട്രോലൈറ്റേ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ അനുവാദമുള്ളൂ. എന്താണ്? 1 മോൾ ഇലക്ട്രോലൈറ്റേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അനുവാദമുള്ളൂ? മിക്സ് ചെയ്യാൻ അനുവാദമുള്ളൂ. ആ സൊല്യൂഷനിൽ ഇലക്ട്രോലൈറ്റ് എത്ര മോളേ ഉള്ളൂ? ഓൺലി 1 മോൾ. ആ ഇലക്ട്രോലൈറ്റ് 1 മോൾ ആയിരിക്കുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. പിടികിട്ടിയോ പറഞ്ഞത്? അതായത് നമ്മൾ എടുക്കുന്ന പാത്രത്തില് എത്ര മോള് ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? 1 മോൾ ഇലക്ട്രോലൈറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക, കാപ്പ നമ്മൾ എടുക്കുന്ന സമയത്ത് അതില് മോളിന്റെ കണക്കിന് ലിമിറ്റ് വെച്ചിട്ടുണ്ടോ? നമ്മള് മോളിന്റെ കണക്കിന് ലിമിറ്റ് വെച്ചിട്ടുണ്ടോ? ഇല്ല, മോളിന്റെ കണക്കിന് ലിമിറ്റ് വെച്ചിട്ടില്ല കേട്ടാ. എത്ര വേണമെങ്കിലും ആവായിരുന്നു. ഞാനിവിടെ 2 സ്പൂൺ ഇട്ടു, 10 സ്പൂണൊക്കെ ഇട്ടു അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനോടെ അവിടെ ആഡപ്പ് ആവുകയാണ്. ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ അളവ് എത്രയാണ്? 1 മോൾ ആണ്. ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ അളവ് എത്രയാണ്? 1 മോൾ ആവണം എന്ന് നിർബന്ധമാണ്. അപ്പൊ ഹെഡിങ് എഴുതാം, പതുക്കെ കിടക്കാം. ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഠം പെട്ടെന്ന് കൂട്ടാം, പെട്ടെന്ന് കഴിയും. ഹെഡിങ് എഴുതി വെക്കുക. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? ഡെഫിനിഷൻ കൊടുക്കാം. മോളാർ കണ്ടക്ടിവിറ്റി എഴുതാം. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ molar conductivity is defined as the conducting power of all the ions. Molar conductivity is defined as the conducting power of all the ions produced by dissolving 1 mole of an electrolyte in solution. One mole of an electrolyte in solution. എന്താ ഇതിന്റെ അർത്ഥം എന്ന് വായിച്ചു നോക്കിയേ. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് അല്ലെ. ഒരു ഇലക്ട്രോലൈറ്റിന്റെ കംപ്ലീറ്റ് കണ്ടക്ടിങ് പവർ, ആ ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസിന്റെ കണ്ടക്ടിങ് പവർ, ഒറ്റ കണ്ടീഷൻ അവരുടെ ആഡപ്പ് ആക്കിയിട്ടുള്ളൂ. എന്താണ്? എത്ര ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഡിസോൾവിങ് 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ ദ സൊല്യൂഷൻ. നമ്മൾ എടുക്കുന്ന സൊല്യൂഷനിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? 1 മോൾ ഇലക്ട്രോലൈറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ബാക്കി എന്തായിരിക്കും അതില്? ചില വോളിയം കൂടുതലുണ്ടാവും അല്ലെ. വോളിയം ഉണ്ടാവും. ആ ബാക്കിയുള്ള വോളിയം എന്തായിരിക്കും? വെള്ളമായിരിക്കും, സൊല്യൂഷൻ ആയിരിക്കും, സോൾവെന്റ് ആയിരിക്കും. പിടികിട്ടുണ്ടാ പറയുന്നത്? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ, മോളാർ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറഞ്ഞു. മെഷർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യുക? മോളാർ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കുക? ഒരു പാത്രം എടുക്കുക. കുഴപ്പമില്ലല്ലോ, ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിൽ നിറച്ച് എന്തെടുക്കാം? നിങ്ങൾക്ക് വെള്ളം എടുക്കുക. ഈ പാത്രത്തിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പാടുള്ളൂ? പറയടാ മക്കളെ. 1 മോൾ ഇലക്ട്രോലൈറ്റ് നിങ്ങൾ ആഡ് ചെയ്യണല്ലോ. എന്നിട്ട് ഇതിന്റെ എന്തളക്കുക? കാപ്പ് അളക്കുക. അല്ലെങ്കിൽ ഇതിന്റെ കണ്ടക്ടിങ് പവർ, അതിനെയാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റിയുടെ സിമ്പൽ ആണ് λm. ചില ബുക്കുകളിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, ചില ബുക്കുകളിൽ പക്ക ലാംഡ തന്നെ ഉപയോഗിക്കാറുണ്ട്. λm ആണ് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റിയുടെ സിമ്പൽ. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര മോൾ ഇലക്ട്രോലൈറ്റാ? 1 മോൾ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കണ്ടക്ടിങ് പവറിനെയാണ് എന്തെന്ന് പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1 മോൾ ഇലക്ട്രോലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടുക്കാനായിട്ട് പാടുള്ളൂ. 1 മോൾ ഇലക്ട്രോലൈറ്റ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. അതിന് ഒരു ഡെഫിനേഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്തിടാം. തൊട്ട് താഴെ മാറ്റി വയ്ക്കാം.
മോളാർ കണ്ടക്ടിവിറ്റിക്ക്. Molar conductivity of a solution in a given concentration, molar conductivity of a solution in a given concentration is the conductivity of the solution conductivity of the solution containing 1 mole of the electrolyte when placed between two parallel electrodes 1 centimeter apart. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, ബഹളം കൂട്ടലിടാ, ഇതെല്ലാവരും ചെയ്യും. മോളാർ കണ്ടക്ടിവിറ്റി. ഇനി ബോർഡിൽ ശ്രദ്ധിക്കുക. ഇത് 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയുള്ള ഒരു പാത്രമാണ്. ഇത് കംപ്ലീറ്റ് ഞാൻ എന്തെടുത്തു? ഇലക്ട്രോലൈറ്റ് എടുത്തു. ഇതിന്റെ മൊത്തം വോളിയം എത്രയാ? പറയൂ, ഇതിന്റെ മൊത്തം വോളിയം എത്രയാ? 1 സെന്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ. എന്നിട്ട് അതിന്റെ കണ്ടക്ടൻസ് ഞാൻ മെഷർ ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ കാപ്പ എടുക്കും. അതിന്റെ കണ്ടക്ടൻസിനെയാണ് എന്ന് പറയുന്നത് കാപ്പ എന്ന് പറയുന്നത് അല്ലെ. കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് ദ സൊല്യൂഷൻ ഹാവിംഗ് 1 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ദ വോളിയം ആണോ? ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇതിന്റെ കണ്ടക്ടൻസ് മാഷ് മെഷർ ചെയ്തു. ഇതിന്റെ കണ്ടക്ടൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടക്ടിവിറ്റി. എതിർപ്പില്ലല്ലോ, നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ആക്കി വെച്ച കാര്യം. സോ കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? കണ്ടക്ടിവിറ്റി എന്താണ്? കാപ്പ. കണ്ടക്ടൻസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി കാപ്പ. വെറുതെ അല്ല ഈക്വൽ ടു ആണ്. വോളിയം എത്രയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ എടുത്തിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ 1 സെന്റിമീറ്റർ ക്യൂബിൽ ഇപ്പൊ നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകതയാണ് എന്ത്? ഈ പാത്രത്തില് എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? 1 മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ എന്താണ്? വെള്ളാണ്. കുഴപ്പമില്ലല്ലോ, ബാക്കിയൊക്കെ എന്താണ്? വെള്ളാണ്. അപ്പൊ 1 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. 1 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അതില് എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? പറഞ്ഞേ, 1 മോൾ ഇലക്ട്രോലൈറ്റേ പക്ക ഉള്ളൂ. പ്രശ്നമില്ലല്ലോ. ആ സമയത്തെ കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? അതിന് പുതിയൊരു പേരിട്ട് വിളിച്ചു. എന്താ എഴുതിയത്? വായിച്ചു. മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ്. അല്ലേ? എന്താ എഴുതിയത്? മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ ദ അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ dissolving 1 mole of an electrolyte. ഇത് കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ എഴുതി. എന്താ? മോളാർ കണ്ടക്ടൻസ് of a solution is given, അല്ല, molar conductivity അല്ലേ? molar conductivity is a given concentration is the conductivity of the solution containing conductivity നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? അതിലെത്രയാ? 1 mole ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഈ കണ്ടക്ടിവിറ്റിനെ എന്തെന്ന് വിളിക്കാം? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിച്ചുകൂടാ മക്കളെ. കാരണം എന്താ? മോളാർ കണ്ടക്ടിവിറ്റി is the conductivity of the solution having 1 mole of an electrolyte. പിന്നെ
ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കണ്ടക്ടൻസ് എന്തിനോട് ഈക്വൽ ആണ്? ഈ കണ്ടക്ടൻസ് കണ്ടക്ടിവിറ്റിയോട് ഈക്വൽ ആവാൻ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താ? 1 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ മതി. അതിൽ 2 ഉണ്ടെങ്കിലും 3 ഉണ്ടെങ്കിലൊക്കെ കണ്ടക്ടൻസ് എന്താവും? കണ്ടക്ടിവിറ്റി ആവും. പിടികിട്ടിയ വാട്ട് എവർ ബി ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, കണ്ടക്ടൻസ് is equal to conductivity if volume is 1 centimeter cube. But conductivity എന്താവും? കണ്ടക്ടിവിറ്റി എന്താവും? മോളാർ കണ്ടക്ടിവിറ്റി ആവും. എപ്പോഴാ? 1 മോൾ ഇലക്ട്രോലൈറ്റ് വരുമ്പോ. എത്ര വരുമ്പോഴാ? 1 മോൾ ഇലക്ട്രോലൈറ്റ് ആണ് അതിലുള്ളതെങ്കിൽ ആ സമയത്തെ കണ്ടക്ടിവിറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? കണ്ടക്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ 2 കണ്ടീഷൻസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ എപ്പോഴാണ് കണ്ടക്ടിവിറ്റിനെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാൻ പറ്റുക? എപ്പോഴാണ് കണ്ടക്ടിവിറ്റിനെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാൻ പറ്റുക? നിങ്ങൾ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എത്ര മോളാ? 1 മോൾ ഇലക്ട്രോലൈറ്റ് അതിലുണ്ടാവാനായിട്ട് പാടുള്ളൂ. 1 മോൾ ഇലക്ട്രോലൈറ്റ് അതിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടക്ടിവിറ്റിനെ എന്തെന്ന് വിളിക്കാം? ധൈര്യമായിട്ട് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. അതിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ? 1 മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ. എഴുതി 2 ഡെഫിനിഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 2 സെറ്റ് ഡെഫിനിഷൻസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു. വായിച്ചു നോക്കിയോ? ശ്രദ്ധിക്കുക. അടുത്ത എന്താ? ശ്രദ്ധിക്കുക. ഇനി ഒന്നും കൂടെ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് കടക്കുകയാണ്. ബോർഡിൽ ശ്രദ്ധിക്കട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ മക്കളെ, ബോർഡിൽ ശ്രദ്ധിക്കട്ടോ. അപ്പൊ 1 മോൾ ഇലക്ട്രോലൈറ്റ് എടുക്കുന്ന സമയത്തെ കണ്ടക്ടിവിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആലോചിച്ച് പറയാട്ടോ. അത്ര ഞാൻ ഈ സാധനം ഡൈല്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇതാ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കും. എത്രയാണ്? കുറച്ചുകൂടെ എന്തെടുത്തു? വലിയ പാത്രം എടുത്തു. ഇപ്പൊ നന്നായി ശ്രദ്ധിക്കട്ട. ഇതിന്റെ വോളി ഇപ്പൊ എത്രയാണെന്നറിയോ? 2 സെന്റിമീറ്റർ ക്യൂബാ. ഇതിന്റെ വോളി എത്രയാ? 2 സെന്റിമീറ്റർ ക്യൂബാ. ആലോചിച്ച് പറയും, കുറച്ച് സമയം പോക്കാണ്, ശ്രദ്ധിക്കുക കേട്ടോ. 2 സെന്റിമീറ്റർ ക്യൂബാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 സെന്റിമീറ്റർ ക്യൂബാണ്. പക്ഷെ ഇതില് എത്ര മോളാ? ഇതില് മൊത്തം എത്ര മോളേ ഉള്ളൂ? 1 മോളേ ഉള്ളൂ കേട്ടോ. ഇതിൽ മൊത്തം എത്രയേ ഉള്ളൂ? 1 മോളേ ഉള്ളൂ. എതിർപ്പില്ലല്ലോ. നേരത്തെ എത്ര മോൾ ചെയ്യായിരുന്നു? അതിലെത്ര മോൾ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര മോൾ ചെയ്യാം? 2 സെന്റിമീറ്റർ ക്യൂബാ. 2 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര മോളേ ഉള്ളൂ? 1 മോളേ ഉള്ളൂ. എതിർപ്പില്ലല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ? സൊല്യൂഷൻ ഡൈലൂട്ടഡ് ആയിണ്ടോ? ഉണ്ട്, ഡൈലൂട്ടഡ് ആയിണ്ട് അല്ലെ. കാരണം എന്താ? നേരത്തെ 1 സെന്റിമീറ്റർ ക്യൂബിൽ 1 മോളേ ഉള്ളൂ. ഇപ്പൊ എത്ര സെന്റിമീറ്റർ ക്യൂബിലാ? 2 സെന്റിമീറ്റർ ക്യൂബില് 1 മോള് തന്നെ ഉള്ളൂ. ഇവിടുത്തെ മോളാർ കണ്ടക്ടിവിറ്റി, ഇവിടുത്തെ നേരത്തെ നമ്മൾ എന്ത് എഴുതി? മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു ആരാ? കണ്ടക്ടിവിറ്റി എന്ന് എഴുതി കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുകയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടുത്തെ മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടിവിറ്റി എന്ന് എഴുതിയാൽ ശരിയാവില്ല, അതാണ് ചോദ്യം. ഈ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ അത് ശരിയാവില്ല. അത് ശരിയാവും ഇല്ല. കൃത്യമായിട്ട് പറഞ്ഞു, കണ്ടക്ടിവിറ്റി എത്ര മോളാ? 1 മോൾ ഇലക്ട്രോലൈറ്റുള്ള സമയത്തെ കണ്ടക്ടിവിറ്റിനെയാണ് എന്ന് പറയണേ. പക്ഷെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 സെന്റിമീറ്റർ ക്യൂബാ. മനസ്സിലായോ? കണ്ടക്ടിവിറ്റി എന്താ? 1 സെന്റിമീറ്റർ ക്യൂബാ. ഇവിടെ 1 സെന്റിമീറ്റർ ക്യൂബാണോ? അല്ല. എത്ര സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്? 2 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോ ഇവിടുത്തെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വോളിയത്തിന്റെയാ? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര വോളിയത്തിന്റെയാ? 1 സെന്റിമീറ്റർ ക്യൂബിന്റെയാണ് അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി when 1 mole of electrolyte.
പക്ഷെ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ എത്രയാ 1 സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ ടോട്ടൽ വോളിയം എത്രയുണ്ട്? 2 സെന്റിമീറ്റർ ക്യൂബ്. സോ 2 സെന്റിമീറ്റർ ക്യൂബിലേക്ക് വരുമ്പോ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കാണണം അല്ലെ. 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിംഗ് പവർ കാണണം. പക്ഷെ വോളിയം എത്രയാ? 2 സെന്റിമീറ്റർ ക്യൂബിലാണ്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? മോളാർ കണ്ടക്ടിവിറ്റി അവിടെ നമുക്ക് കാണണമെങ്കിൽ എന്ത് കാണേണ്ടി വരും? മോളാർ കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റീനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടക്ടിവിറ്റീനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതിലിപ്പോ എത്ര കണ്ടക്ടിവിറ്റി ഉണ്ട്? എനിക്ക് 2 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര കണ്ടക്ടിവിറ്റി ഉണ്ട്? 2 കണ്ടക്ടിവിറ്റി ഉണ്ട്. അതായത് 1 സെന്റിമീറ്റർ ക്യൂബ് പ്ലസ് 1 സെന്റിമീറ്റർ ക്യൂബ്. ശരിയല്ലേ? എന്നാലേ അതിന്റെ ഓവറോൾ പവർ കിട്ടുള്ളൂ. എന്നാലാണ് ഇതിന്റെ എന്ത് കിട്ടുള്ളൂ? ഓവറോൾ വാല്യൂ കിട്ടുള്ളൂ. പിടികിട്ടണ്ട. കണ്ടക്ടിവിറ്റി മാറിയണ്ട. ഈ പാത്രത്തിലേക്ക് വരുമ്പോ കാപ്പയുടെ വാല്യൂ മാറണ്ട. കാപ്പയുടെ വാല്യൂ മാറുന്നില്ല. പക്ഷെ ഇവിടെ മൊത്തം എത്ര കാപ്പയുടെ എഫക്ട് കാണിക്കും? കണ്ടക്ടിങ് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കാപ്പയുടെ എഫക്ട് കാണിക്കും? 2 കാപ്പയുടെ എഫക്ട് കാണിക്കും. കാരണം ടോട്ടൽ വോളിയം എത്രയാ? 2 ആണ്. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു ഈ 2 സെന്റിമീറ്റർ ക്യൂബ് എന്തായിരുന്നു? വോളിയം. 2 സെന്റിമീറ്റർ ക്യൂബ് എന്തായിരുന്നു? വോളിയം. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ വരികയാണ്. എന്താ? കാപ്പ ഇൻറ്റു വോളിയം. പറഞ്ഞത് എന്താ മോളാർ കണ്ടക്ടിവിറ്റി? മോളാർ കണ്ടക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കിയേ. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ ദ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ 2 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തിൽ തരുമ്പോ മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ 2 സെന്റിമീറ്റർ ക്യൂബിന്ന് ആദ്യം എത്രയിലേക്ക് വയ്ക്കും? 1 സെന്റിമീറ്റർ ക്യൂബിലേക്ക് ഒഴിക്കും. അപ്പൊ ഇതിൽ 1 നിറഞ്ഞു അല്ലെ? എന്നിട്ട് അവിടെ എന്ത് കാണും? കണ്ടക്ടിവിറ്റി കാണും. എന്നിട്ട് അത് ഒഴിച്ചു കളയും. എന്നിട്ട് ബാക്കിയുള്ളത് കൂടെ ഒഴിക്കും. അപ്പൊ എത്രയായി? 1 സെന്റിമീറ്റർ ക്യൂബിന്റെ കിട്ടും. പിടികിട്ടുണ്ട്. അപ്പൊ എത്ര കണ്ടക്ടിവിറ്റി വരും? 2 കണ്ടക്ടിവിറ്റി വരും. അപ്പൊ 1 മോളിന്റെ കിട്ടണമെങ്കിൽ എത്ര കണ്ടക്ടിവിറ്റി എത്ര പാത്രത്തിൽ ആഡ് ചെയ്യണം? 2 പാത്രത്തിൽ ആഡ് ചെയ്യണം. വേണ്ടേ? അപ്പോഴാണ് എത്ര മോളാവുള്ളൂ? അപ്പോഴാണ് 1 മോളാവുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ ഓവറോൾ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇതിനെ ഇതിന്ന് എത്രയിലേക്ക് മാറ്റി? 1 സെന്റിമീറ്ററിലേക്ക് മാറ്റി. അതിന്റെ കണ്ടക്ടിങ് പവർ എടുത്തു. ബാക്കി ഇതിലുണ്ടാവില്ലേ? അതും ഇതിലേക്ക് ഒഴിച്ചു. 1 സെന്റിമീറ്റർ ക്യൂബിലേക്ക് വെച്ചു. വീണ്ടും ഒരു കാപ്പ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 കാപ്പ വരും. അപ്പോ നമ്മൾ ഈ 2 കാപ്പ എന്ന് പറഞ്ഞ ഈ 2 എന്താണ്? നമ്മളെടുത്ത മൊത്തം എന്ത്? വോളിയം. അപ്പൊ കാപ്പ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? വോളിയം ചെയ്താൽ മതി. എന്ത് കിട്ടണമെങ്കിൽ? മോളാർ കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വോളിയം മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? മോളാർ കണ്ടക്ടിവിറ്റി മാറുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊരു കാര്യം വന്നു. വോളിയം മാറുക എന്ന് പറഞ്ഞ കോൺസെൻട്രേഷനിൽ എന്ത് വരികയാണ്? വ്യത്യാസം വരികയാണ്. ഇവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ? ഇവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ? മുകളിൽ കോൺസെൻട്രേഷൻ എന്താ? കൂടുതലാ. കാരണം എന്താ? 1 സെന്റിമീറ്റർ ക്യൂബിൽ തന്നെ എത്രയുണ്ടായിരുന്നു? ഇവിടെ എത്രയല്ല? ഇവിടെ അപ്പൊ എന്ത് കുറഞ്ഞു? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് മാറും? ലാംഡ എമ്മില് വ്യത്യാസം വരും. അതെന്താന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. തൊട്ട് താഴെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല. എന്താണ്? ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു വോളിയം. തൊട്ട് താഴെ എഴുതിയിരിക്കുക. ബ്രാക്കറ്റിൽ തൊട്ട് താഴെ എഴുതിയിരിക്കുക. സപ്പോസ് ബ്രാക്കറ്റിൽ തൊട്ട് താഴെ എഴുതിയിരിക്കുക. സപ്പോസ് the volume is 2 centimeter cube. The volume is 2 centimeter cube. What will be the molar conductivity? Question mark. What will be the molar conductivity? Question mark. എന്താ എഴുതി നമ്മളിപ്പോ? വോളിയം 2 സെന്റിമീറ്റർ ക്യൂബ് ആവുകയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി എത്രയാണ്? തൊട്ട് താഴേക്ക് എഴുതുക.
the conductance of a bracket le fill cheyato, the conductance of 1 centimeter cube, the conductance of 1 centimeter cube will be the conductance of 1 centimeter cube will be ആരാ പറയേ, the conductance of 1 centimeter cube solution വിളിക്കുന്ന പേരാണ് എന്ത്, ഓർക്ക പറയേ, കണ്ടക്ടിവിറ്റി അല്ലേ. എന്താ എഴുതിയത്, the conductance of 1 centimeter cube ആണ് എന്തെന്ന് വിളിക്കണേ നമ്മള്, കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ല, എതിർപ്പില്ലല്ലോ. എന്താണ് കണ്ടക്ടിവിറ്റി? so that the conductance of the solution having പറയുന്നത് മനസ്സിലാവണ്ട, ഇവിടെ ശ്രദ്ധിച്ചേ. 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയം ഉള്ള സമയത്തെ കണ്ടക്ടൻസിനെയാണ് എന്തെന്ന് വിളിക്കണേ, കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കണേ. അങ്ങനെയാണെങ്കിൽ എന്താ എഴുതിയത് നമ്മള്, സോ ദാറ്റ് എന്നല്ല എഴുതിയ, സോ ദാറ്റ് ദ കണ്ടക്ടൻസ് ഓഫ് സൊല്യൂഷൻ ഓഫ് having 2 centimeter cube സൊല്യൂഷൻ ഈസ് എത്രയായിരിക്കും, 1 സെന്റിമീറ്റർ ക്യൂബിന്റെ കണ്ടക്ടൻസ് ആണ് കാപ്പ. അപ്പൊ 2 സെന്റിമീറ്റർ ക്യൂബിന്റെ മൊത്തം കണ്ടക്ടൻസ് എത്രയായിരിക്കും, 2 കാപ്പ. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേ. എവിടെയാണ് പറഞ്ഞത്, സോ ദാറ്റ് ദ സൊല്യൂഷൻ ഹാവിംഗ് 2 centimeter cube വോളിയം, the solution having 2 centimeter cube അല്ലേ, 2 എഴുതിയോ, പിന്നെ ഇപ്പൊ എഴുതി having 2 centimeter cube, so that the conductance of the solution having 2 centimeter cube volume will be എത്രയാ, എത്ര ടൈംസ് ആ, will be 2 times of the conductivity. 2 times of the conductivity. ഇതുപോലെയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം, ഈ 2 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര മോളാ, 1 മോളിന്റെ കണ്ടക്ടൻസിനെയാണ് ഇതെന്ന് പറയുന്നത്. ഈ 2 സെന്റിമീറ്റർ ക്യൂബിൽ ഇപ്പൊ എത്ര മോൾ ഉണ്ട്, 1 മോൾ ഉണ്ട്. 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസിനെയാണ് ഇതെന്ന് പറയുന്നത് നമ്മള്. അപ്പൊ ആ മോളാർ കണ്ടക്ടിവിറ്റി എത്ര കാപ്പിയാ, 2 സെന്റിമീറ്റർ ക്യൂബിൽ മൊത്തമുള്ള കണ്ടക്ടൻസ് എത്രയാ, 1 മോളാ. 2 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള മൊത്തം കണ്ടക്ടൻസ് എത്ര, ഇപ്പൊ എഴുതി വെച്ചു, 2 കാപ്പ. ഈ 2 സെന്റിമീറ്റർ ക്യൂബില് എത്ര ഇലക്ട്രോലൈറ്റേ ഉള്ളൂ, ഈ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ കണ്ടക്ടൻസിനെയാണ് എന്ന് പറയണേ മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി എന്താ വരിക, എത്ര കാപ്പയാ, 2 കാപ്പ. മനസ്സിലായ? ഇനി അതിന് പകരം ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ 2 സെന്റിമീറ്റർ ക്യൂബിലുള്ള മൊത്തം ഇവിടുത്തെ കണ്ടക്ടൻസ് എത്രയാ, 2 കാപ്പ. അതിൽ സംശയമില്ലല്ലോ. പക്ഷെ ഈ 2 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റാ, അതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ കണ്ടക്ടൻസിനെ നമുക്ക് എന്തൊന്നും കൂടെ വിളിക്കാം, മോളാർ കണ്ടക്ടിവിറ്റി എന്നും കൂടെ വിളിക്കാം. എന്തുകൊണ്ടാ, ഈ പാത്രത്തിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ 4 മോളാണെന്ന് കരുതുക, എന്നിട്ട് ഞാൻ 2 കാപ്പേനെ ലാംഡാമെന്ന് എഴുതോ, ഇല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ അങ്ങനെ എഴുതോ, ഇല്ല. 2 സെന്റിമീറ്റർ ക്യൂബ് ആണ് ടോട്ടൽ വോളിയം. അവിടെയുള്ള ടോട്ടൽ കണ്ടക്ടൻസ് എത്രയാ, 2 കാപ്പയാണ്. അവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, ആ 2 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തില് എത്ര മോൾ ഇലക്ട്രോലൈറ്റേ ഉള്ളൂ. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ, 1 മോൾ ഇലക്ട്രോലൈറ്റ് എടുക്കുമ്പോഴുള്ള ടോട്ടൽ കണ്ടക്ടൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ടോട്ടൽ കണ്ടക്ടിങ് പവർ ആണ്. അപ്പൊ ഇവിടെ 1 മോൾ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, 2 into കാപ്പയാണെന്ന് പറയാം. ഇവിടെ 4 ആണെങ്കിൽ പറയാൻ പറ്റുമോ, 4 ആണെങ്കിൽ എനിക്ക് 2 into കാപ്പ ഈക്വൽ ടു ലാംഡ എം എന്ന് പറയാൻ പറ്റുമോ? 2 into കാപ്പ എന്താ, എത്ര മോളിന്റെയാ, എത്രയാണെങ്കിൽ 4 ആണെങ്കിൽ എത്ര മോളിന്റെയാ, ശ്രദ്ധിക്ക്. 4 ആണെങ്കിൽ ഈ 2 കാപ്പ എന്ന് പറയുന്നത് എത്ര മോളിന്റെയാ, 4 മോളിന്റെയോ. പക്ഷെ പാത്രത്തിൽ എത്രയേ ഉള്ളൂ എന്ന് കരുതുക, 1 മോൾ. അപ്പൊ ഈ 2 കാപ്പ എത്ര മോളിന്റെയാ, 1 മോളിന്റെ ആണെങ്കിൽ 2 കാപ്പനെ എന്ത് വിളിക്കാം, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. ഇവിടെ കിട്ടുണ്ടോ പറയണ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ എന്തെഴുതി വന്നത് നമ്മൾ അവസാനം, 2 സെന്റിമീറ്റർ ക്യൂബ് will be the 2 times of the conductivity. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക conductivity. But even now this solution contain
this solution contain എത്രയാ this solution contain this 2 cm പറഞ്ഞു ഈ 2 cm ക്യൂബിൽ എത്രയാ this solution contain അപ്പൊ ഒരു കാര്യം എന്താ എഴുതിയത് ആ വേർഡ് എന്താ വെച്ചത് this അല്ല വെച്ചേ ദിസിന് മുന്നിൽ ഒരു വാക്ക് വയ്ക്കുക എന്താ ഇഫ് വയ്ക്കുക if this solution contain മനസ്സിലായോ if this solution contain 1 mole electrolyte if this solution contain 1 mole electrolyte if this solution contain 1 mole electrolyte അപ്പോൾ നമുക്ക് ഇപ്പോ ഇതിൽ എത്ര മോൾ ഇലക്ട്രോലൈറ്റ് ഉള്ളൂ അതിന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റി ഓൾറെഡി കണ്ടെത്തി നമ്മൾ അല്ലേ എത്രയാ ഇതിന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റി എത്രയാ 2 കാപ്പ ആണോ ഇതിന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റി ഓൾറെഡി നമ്മൾ കണ്ടെത്തി പിന്നെ നമ്മൾ പറയുന്ന ആ സൊല്യൂഷനിൽ എത്ര മോളാ 1 മോൾ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്ത് ആ 2 കാപ്പ എന്ന് പറയുന്നത് അതിന്റെ എന്താ if this solution contain 1 mole of electrolyte then the 2 kappa is equal to molar conductivity then 2 kappa equal to then 2 kappa equal to എന്താ molar conductivity 2 kappa equal to molar conductivity 2 kappa equal to molar conductivity ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നത് അപ്പൊ 2 കാപ്പ അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി എന്താ ചെയ്യുന്നത് നിങ്ങള് 2 ഇൻറ്റു കാപ്പ ആ 2 എന്ന് പറഞ്ഞാൽ എന്താ സൊല്യൂഷന്റെ മൊത്തം വോളിയം ഇനി വേറെ കാര്യം കേട്ടോ 2 കാപ്പ എന്ന് പറയാൻ പറ്റില്ല എപ്പോ ആ 2 സെന്റിമീറ്റർ ക്യൂബില് 1 മോള് അല്ലെങ്കിൽ പറയാൻ പറ്റുമോ 1 മോൾ അല്ല അപ്പൊ പറയാൻ പറ്റുമോ 4 മോളാണെങ്കിലോ 2 കാപ്പ നമുക്ക് ധൈര്യമായിട്ട് എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാൻ പറ്റുമോ അത് എത്ര മോളിന്റെ കണക്കാ വരണേ 4 ആണെങ്കിൽ 4 മോളിന്റെ കണക്കാ അപ്പോഴാണ് പറയാൻ പറ്റാത്തത് 1 മോൾ ആണെങ്കിൽ എന്ത് ചെയ്യാം പറയാം ഈ 2 കാപ്പ എന്ന് ഞാനിപ്പോ പറഞ്ഞു ലാസ്റ്റ് എന്താ എഴുതി നമ്മള് ഇഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഇലക്ട്രോലൈറ്റ് അതിന് പകരം ഇഫ് ദി സൊല്യൂഷൻ കണ്ടെയ്ൻ 2 മോൾ ഇലക്ട്രോലൈറ്റ് എഴുതിയിട്ട് എനിക്ക് 2 കാപ്പ ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി എഴുതാൻ പറ്റുമോ പറ്റില്ല മനസ്സിലായ പറഞ്ഞത് സൊല്യൂഷന്റെ വോളിയത്തിലുള്ള ഇലക്ട്രോലൈറ്റ് എത്രയാവണം 1 മോൾ ആവണം കുഴപ്പമില്ല ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പഠിക്കുക നാളേക്ക് എന്ത് പഠിച്ചിട്ട് വരിക ലാംഡ എമ്മോ അതുപോലെ എന്താ വോളിയോ കണ്ടക്ടിവിറ്റി തമ്മിലുള്ള ഇക്വേഷൻ അല്ലെ എന്താ ഇക്വേഷൻ വന്നേ ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു വോളിയം കുഴപ്പമില്ലല്ലോ അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് അത് ഇക്വേഷൻ ശരിയില്ലേ നിങ്ങൾ ഓൾറെഡി തൊട്ട് താഴെ മാർക്ക് ചെയ്യുക ലാംഡ എം ഈക്വൽ ടു molar conductivity kappa equal to conductivity volume equal to V equal to volume of solution in centimeter cube ഓരോ ടേമുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്താ ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി വേറെ ഒന്നുമില്ല ലാംഡ എം എന്താ മോളാർ കണ്ടക്ടിവിറ്റി കാപ്പ എന്താ കണ്ടക്ടിവിറ്റി വോളിയം അല്ല വി എന്താ വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് കേട്ടോ വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് കുഴപ്പമില്ലല്ലോ ശ്രദ്ധിക്കട്ടോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇക്വേഷൻസ് എങ്ങനെയാ വരുന്നതെന്ന് പരിശോധിക്കണം നന്നായി ശ്രദ്ധിക്കുക അതായത് ബോർഡ് ശ്രദ്ധിക്കണ മക്കളെ ഇഫ് ക്യാപിറ്റൽ എന്താ ക്യാപിറ്റൽ എം മൊളാരിറ്റി എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് എതിർപ്പില്ലല്ലോ നന്നായി ശ്രദ്ധിക്കുക ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് നോക്ക് ലാംഡ എം ഈക്വൽ ടു എന്താ കാപ്പ ഇൻറ്റു വി ടോപ്പ് വോളിയാണ് ഈ വോളിയം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് ആ വോളിയം എന്ന് പറഞ്ഞ ആ വോളിയത്തില് പറയേ ഈ വോളിയത്തിന് പ്രത്യേകത ഉണ്ട് ഈ വോളിയത്തിൽ ആര് വേണം പുറത്ത് പറയും ശരിയാണ് ഈ വോളിയത്തില് എന്താ ആ വോളിയത്തിന്റെ വിയുടെ പ്രത്യേകത എന്താ 1 സെന്റിമീറ്റർ ക്യൂബ് അല്ല അപ്പൊ 2 പറഞ്ഞില്ലേ നമ്മള് 2 ഇൻറ്റു കാപ്പാന്ന് എഴുതിയില്ലേ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞേ 1 മോൾ ഇലക്ട്രോലൈറ്റ് വേണം അല്ലേ ശരിയല്ല
മനസ്സിലായില്ല? നേരത്തെ നമ്മൾ എന്ത് എഴുതി പറഞ്ഞുതരാം. അതായത് ലാംഡ എം ഈക്വൽ ടു നമ്മൾ 2 കാപ്പ എന്ന് എഴുതി അല്ലെ. അതായത് കാപ്പ ഇൻറ്റു 2 എന്ന് എഴുതി. ശ്രദ്ധിക്കും, കാപ്പ ഇൻറ്റു 2 എന്ന് എഴുതിയില്ലേ. ഈ 2 എന്തായിരുന്നു? വോളിയം അല്ലേ. 2 സെന്റിമീറ്റർ ക്യൂബ് വോളിയം ആയിരുന്നു അല്ലെ. ശ്രദ്ധിക്കുക, അത് കൺസെപ്റ്റുകൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിട്ടാ. എനിക്കിത് ഇക്വേഷൻ ഇത് എഴുതി, അടുത്ത ഇക്വേഷൻ എഴുതിക്കോ. ലാംഡ എം ഈക്വൽ ടു എന്താ? കാപ്പ ഇൻറ്റു 1000 ബൈ ക്യാപിറ്റൽ എം. ഇതാണ് കേട്ടോ ഇക്വേഷൻ. ആ പ്രോബ്ലം ചെയ്ത് അതിന്റെ അല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിയാ അന്യം നോക്കിയാ 2 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ. ഇത് ഇങ്ങനെ ഇക്വേഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതിയത്? ഇഫ് ദി സൊല്യൂഷൻ, അതായത് ആ 2 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷനിൽ ഇഫ് ദി സൊല്യൂഷൻ വായിക്കുക, ഇഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഇലക്ട്രോലൈറ്റ്. ശരിയല്ലേ? ശരിയല്ലേ പറഞ്ഞത്? 1 മോൾ ഇലക്ട്രോലൈറ്റ്. അപ്പോഴാണ് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? 2 ഇൻറ്റു കാപ്പ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലടാ? എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണേ. നമ്മൾ എടുക്കുന്ന വോളിയത്തില് എത്ര മോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ? അപ്പോഴാണ് നമുക്ക് കാപ്പ ഇൻറ്റു വോളിയം ചെയ്താൽ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ വോളിയത്തില് ഈ 2 സെന്റിമീറ്റർ ക്യൂബില് 4 മോൾ ആണെങ്കിൽ ഈ ഇക്വേഷൻ വർക്ക് ചെയ്യോ? ഈ ഇക്വേഷൻ ശരിയാണോ? അല്ല. അപ്പൊ ഈ വോളിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വോളിയം എന്താ? ഈ വോളിയത്തില് 1 മോൾ ഇലക്ട്രോലൈറ്റ് പാടുള്ളൂ ട്ടാ. ആണോടാ? അതല്ല നമ്മള് പറഞ്ഞേ. 4 മോൾ ആണെങ്കിൽ പറ്റുമോ? പറ്റില്ല. 4 മോൾ ആണെങ്കിൽ പറ്റില്ല. ശ്രദ്ധിക്കുക. അപ്പൊ എം എന്താ സാധനം? മൊളാരിറ്റി. എം എന്താണ്? മൊളാരിറ്റി. ഇനി ഇത് പഠിക്കണം. ഒരു സൊല്യൂഷന്റെ മൊളാരിറ്റി ക്യാപിറ്റൽ എം ആണെന്ന് കരുതുക. നമ്മൾ എടുത്തൊരു സൊല്യൂഷന്റെ മൊളാരിറ്റി എന്താണ്? ക്യാപിറ്റൽ എം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കുക. മൊളാരിറ്റി എന്താ? കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ടൈമാണ് അല്ലേ. സോ മൊളാരിറ്റി ഈസ് ദ കോൺസെൻട്രേഷൻ. മൊളാരിറ്റി എന്താ? കോൺസെൻട്രേഷൻ. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ എന്താ? കോൺസെൻട്രേഷൻ സി. സി ഈക്വൽ ടു എന്താ? ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം മോളാർ എന്ന് വായിച്ചു. അതായത് 5 മോളാർ എന്നൊക്കെ എഴുതില്ലേ നമ്മള്. കുഴപ്പമെന്താ? അതിന് പകരം ഭാഷ എന്തെന്ന് എഴുതി? ക്യാപിറ്റൽ എം മോളാർ. അതാണ് ഇതിന്റെ എന്ത്? സി. സി എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ. പിടിയിട്ടാ. കോൺസെൻട്രേഷൻ എന്തിൽ എക്സ്പ്രസ് ചെയ്തു? മൊളാരിറ്റിയിൽ എക്സ്പ്രസ് ചെയ്തു. എത്രയാണ് കോൺസെൻട്രേഷൻ? എം മൊളാരിറ്റി. 5 മോളാർ, 6 മോളാർ. ജനറലി എത്ര മോളാർ? എം മോളാർ. ഇതിന്റെ അർത്ഥം എന്താ? എം മോളാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ 5 ക്യാപിറ്റൽ എം. എന്താ ഇതിന്റെ അർത്ഥം? 5 ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനൊരു അർത്ഥം ഉണ്ട്. എന്താ പറയാൻ പറ്റുമോ? 5 ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി. ഇതിന്റെ മീനിങ് എന്താ? പറഞ്ഞോ. കറക്റ്റാ. 5 മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. കറക്റ്റ് അല്ലേ? ആണോ? ഇതാണ് 5 മോളാർ. മൊളാരിറ്റി എന്താണ് കാർത്തികേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ. അപ്പൊ 5 മോളാർ ആണെന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവും? 5 മോൾ ഉണ്ടാവും. അപ്പൊ ധൈര്യമായിട്ട് എഴുതാം. 5ന് വിടുകയാണ് മാഷ്, എമ്മിന് പിടിക്കണം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? പറഞ്ഞേ. എം പറയേ. എം മോൾസ് ഓഫ് ആര്? സൊല്യൂട്ട്. ഇവിടെ സൊല്യൂട്ട് ആരാ? നമ്മുടെ സൊല്യൂട്ട് ആരാ? എം മോൾസ് ഓഫ് ശരിയാവില്ലല്ലോ. എം മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഇന്ന് എവിടെ? 1 ലിറ്റർ. 1 ലിറ്റർ എത്ര സെന്റിമീറ്റർ ക്യൂബാ? 1000 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് സൊല്യൂഷൻ. ഇതല്ലേ ഇതിന്റെ അർത്ഥം? ഇതല്ലേ ഇതിന്റെ അർത്ഥം? കുഴപ്പമില്ലല്ലോ. അപ്പൊ 1000 സെന്റിമീറ്റർ ക്യൂബിലാണ് എത്ര മോൾസ് ഉണ്ടാവുക? എം മോൾസ് ഉണ്ടാവുക കേട്ടോ. ലാംഡ എമ്മിന്റെ ഇക്വേഷൻ എന്താ? ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു കാപ്പ ഇൻറ്റു എന്താ? കാപ്പ ഇൻറ്റു വോളിയം. പക്ഷെ ആ വോളിയത്തിൽ എത്ര പാടുള്ളൂ? 1000 സെന്റിമീറ്റർ ക്യൂബില് എം മോൾസ്. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ആ സൊല്യൂഷന്റെ കേസിൽ 1 മോള് ഇലക്ട്രോലൈറ്റിന് എത്ര വോളിയം വേണ്ടി വരും? ആ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ആ ട്രൈ നടന്നത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. പറഞ്ഞോ? നിവേദി പറഞ്ഞേ. 1 ഇൻറ്റു 1000 ബൈ എം. പിടിക്കുക. ഇവിടെ നോക്കാം. എം മോൾസ് ഇലക്ട്രോലൈറ്റ് എത്ര വോളിയത്തിലാ? 1000 സെന്റിമീറ്റർ ക്യൂബ് വോളിയത്തിലാണ് അല്ലേ. ഇവിടെ ഉപയോഗിക്കേണ്ട വോളിയം എത്ര മോളിന്റെയാ? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ ആണ് അല്ലേ. ശ്രദ്ധകളല്ലേ മക്കളെ. നിങ്ങൾക്ക് സൊല്യൂഷന്റെ മോളാരിറ്റി തന്നു. സൊല്യൂഷന്റെ എന്ത് തന്നു? അപ്പൊ നിങ്ങൾക്ക് ലാംഡ എം കാണാൻ പറ്റുമോ? ഇപ്പോഴത്തെ അവസ്ഥയില് പറ്റില്ല. കാരണം എന്ത് തന്നിട്ടില്ല? വോളിയം ഡയറക്റ്റ് ആയിട്ട് തരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ലാംഡ എമ്മിന്റെ ഇക്വേഷനെ ഇതിലേക്ക് കണക്ട് ചെയ്യാണ്, കോൺസെൻട്രേഷനിലേക്ക് കണക്ട് ചെയ്യാ. പിടികിട്ടിയ? അപ്പൊ എം മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് എത്ര സെന്റിമീറ്റർ ക്യൂബിലാ? ഇവിടെ ഉപയോഗിക്കേണ്ട വോളിയം എത്ര മോളിന്റെയാ?
അപ്പൊ 1 മോൾ ഇലക്ട്രോലൈറ്റിന് എത്ര വോളിയം ഉണ്ടാവും? 1 × 1000/m. അത്രയും എന്ത്? അത്രയും. അപ്പൊ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. അപ്പൊ ലാംഡ എം കാണണമെങ്കിൽ എന്ത് ചെയ്യാം? കാപ്പ ഇൻറ്റു വോളിയം എന്താ? വോളിയം എന്താ? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ പറയും 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം. ക്യാപിറ്റൽ എം ആണ് എന്തെങ്കിൽ കോൺസെൻട്രേഷൻ എങ്കിൽ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം എത്രയാ? 1 × 1000 എത്രയാ? 1000/m ആയിരിക്കും. അപ്പൊ പുതിയ ഇക്വേഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്താ? 1000/m. അപ്പൊ 1000/m എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വോളിയം ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഈ അപ്പൊ നേരിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്താ സാധനം? V for വോളിയം. വോളിയം ഇൻ എന്താ? സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലെ. ഒരു കാര്യം കൂടി ഉണ്ട്. വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് കണ്ടെയ്ൻ എത്ര? കണ്ടെയ്ൻ എത്രയാ? 1 മോൾ. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ പുതിയൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ നമുക്ക് കണ്ടക്ടിവിറ്റിയും എന്ത് കിട്ടിയാൽ മതി? ടോട്ടൽ വോളിയം കിട്ടിയാൽ മതി. കുഴപ്പമില്ലല്ലോ. എന്ത് കാണാം? ലാംഡ എം കാണാം. ഇതിലോ കണ്ടക്ടിവിറ്റിയും സൊല്യൂഷന്റെ എന്ത്? കോൺസെൻട്രേഷൻ എന്തിൽ എക്സ്പ്രസ് ചെയ്യണേ? കോൺസെൻട്രേഷൻ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. മൊളാരിറ്റി ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ വരികയാണ്. ലാംഡ എം കാണാം. ലാംഡ എം ഈക്വൽ ടു എന്താ? കാപ്പ ഇൻറ്റു വി. പിന്നെ എന്താണ്? ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000/m. രണ്ട് ഫോമിൽ നമുക്ക് ഇക്വേഷൻ വന്നു. അപ്പൊ സൊല്യൂഷന്റെ ടോട്ടൽ എന്ത്? സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉള്ള ടോട്ടൽ വോളിയം കാപ്പ കിട്ടിക്കഴിഞ്ഞാൽ ലാംഡ എം കാണാം. അല്ല സൊല്യൂഷൻ എന്ത് കിട്ടിയാലും മതി. സൊല്യൂഷൻ എന്ത് കിട്ടിയാലും മതി. കോൺസെൻട്രേഷനും കണ്ടക്ടിവിറ്റിയും കിട്ടിയാലും എന്ത് കാണാം? ലാംഡ എം കാണാം. വേറെ ഒന്നും ഇതിൽ എഴുതണ്ട. രണ്ടാമത്തെ ഇക്വേഷൻ മാത്രം എഴുതി വെക്കുക. ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000/m. അപ്പൊ നാളേക്ക് പഠിക്കാനുള്ള രണ്ട് ഇക്വേഷൻ ആണ് ആകെ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. നിങ്ങൾക്ക് ഇത് ചിലപ്പോ തോന്നുന്നുണ്ടാവും ഇത് ഇങ്ങനെ എന്താ സംഭവം ഇക്വേഷൻ ഇപ്പൊ കൂടെ. അതിന്റെ അല്ല, ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ആരെങ്കിലും ഒക്കെ എന്തിനു പോകും. ചിലപ്പോ മുകളിലേക്ക് എന്തെങ്കിലും ഒക്കെ പഠിക്കാൻ പോകുമല്ലോ, മാനത്തേക്ക് നോക്കിയിരിക്കേണ്ടി വരും. ചില ടോപ്പിക്സ് ഒക്കെ പഠിക്കാന്നുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞവരോട്ട് പറയണ കാര്യം അത് മനസ്സിലാവണ്ട. പഠിക്കണം ആദ്യം, എന്നിട്ട് വേണം മാർക്കൊക്കെ മേടിക്കാൻ. വെറുതെ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് എന്താ കാര്യം നടക്കില്ല. ഇതിനൊക്കെ തിരിച്ചു ഇനി വേറെ കാര്യമുണ്ടേ. ഇതിനൊക്കെ തിരിച്ചു മറിച്ച് എന്ത് വരാൻ ചിലപ്പോ ചോദ്യം വരും. ചിലപ്പോ തിരിച്ചു മറിച്ചിട്ട് ചോദ്യം വന്ന എന്താ ആകെ പെടും. ചിലപ്പോ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം അടിക്കാൻ. ചിലപ്പോ എങ്ങനെ 2 മോൾ ഇലക്ട്രോലൈറ്റ് 2 സെന്റിമീറ്റർ ക്യൂബില് കാപ്പ തന്നിട്ടുണ്ട്. 2 മോൾ ഇലക്ട്രോലൈറ്റ് എത്ര സെന്റിമീറ്റർ ക്യൂബിലാ? 2 സെന്റിമീറ്റർ ക്യൂബില് കാപ്പ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക ലാംഡ എം കാണാനെ പറഞ്ഞു. പുതിയൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടൊന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താ? ലാംഡ എം ഈക്വൽ ടു എന്താ? കാപ്പ ഇൻറ്റു എന്താ? വോളിയം. അപ്പൊ കാപ്പ തന്നിട്ടുണ്ട്. അപ്പൊ വേഗം കാൽക്കുലേറ്റർ എടുത്തു. കാപ്പ എഴുതി. വോളിയം എത്രയാ? വോളിയം തപ്പി 2 മോൾ എത്ര? വോളിയം എടുക്കണ്ടല്ലോ. എത്രയാ വോളിയം? എത്രയാ? 2. ഉത്തരം ശരിയാവോ? ഇല്ല. അങ്ങനത്തെ ചോദ്യം വന്ന ഉത്തരം എന്താ? തെറ്റി. എന്താ അവിടെ പ്രശ്നം? 2 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര മോളുണ്ട്? 2 മോളുണ്ട്. പിടികിട്ടുണ്ട? ഐഡിയ മനസ്സിലാവണ്ട? അപ്പൊ ഇതിന്റെ മോളാരിറ്റി കണ്ടിട്ട് വേണം അങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അപ്പൊ സാധനം എന്ത് ചെയ്യും? അടിച്ചു. അപ്പൊ ഒരു ധാരണ വേണം ഓരോന്ന് എന്താണ്. അപ്പൊ ഇതിലുള്ള വോളിയത്തിന് പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ വോളിയത്തില് 1 മോൾ ഇലക്ട്രോലൈറ്റ് പാടുള്ളൂ. അതുകൊണ്ടാണ് മൊളാരിറ്റിന്ന് നമ്മൾ എത്ര മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം എടുത്തത്? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം എടുത്തിട്ട് ആ വീക്ക് അവിടെ നമ്മൾ കൊടുത്തത്. പിടികിട്ടുണ്ടാ പറയുന്നത്? പിടികിട്ടുണ്ടാ? ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ അതിന്റെ സംഭവം. അടുത്തത് നെക്സ്റ്റിലേക്ക് കിടക്കാം നമുക്ക്. നെക്സ്റ്റ് അവർ 2 ഇക്വേഷൻസ് എഴുതിയില്ലേ? അപ്പൊ കഴിഞ്ഞു. അപ്പൊ വലിയൊരു ഭാഗം കഴിഞ്ഞു. ബുദ്ധിമുട്ടുള്ള മേഖല കഴിഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് ഏതാണ്? ഈക്വലന്റ് കണ്ടക്ടൻസ് ആണ്. അത് കുറെ വർഷങ്ങളായിട്ട് സാധനം കയ്യിലില്ല. അത് കാരണം എന്താ വേണ്ട, ഡിലീറ്റഡ് ആണ്. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളതാണ്. ഈ കണ്ടക്ടിവിറ്റി എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളതാണ്. അത് എടുക്കണമെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പാഠം പഠിക്കണം. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞു. ഇനി വേണ്ട എന്താ? സെൽ കോൺസ്റ്റന്റ് ആണ്. അതുകൂടെ എഴുതിയിട്ട് സെൽ കോൺസ്റ്റന്റ്. എന്താണ് സെൽ കോൺസ്റ്റന്റ്? സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സെൽ കോൺസ്റ്റന്റ് അടുത്ത ടോപ്പിക് ആണ് സെൽ കോൺസ്റ്റന്റ്. നോക്കിയാ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചേ. അതായത് ഇത് നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ പാത്രം. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും? ഇവ പറയുന്നത് എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടാവും അല്ലേ? ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു എന്തുണ്ടാവും? ലെങ്ത് ഉണ്ടാവും. എല്ലും എയും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ്.
ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽ കോൺസ്റ്റന്റ്. അപ്പൊ എഴുതിട്ടെ, സെൽ കോൺസ്റ്റന്റ് ഈസ് ദ cell constant is the ratio between ആരൊക്കെയാണ്? length of the ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് എഴുതണം. അപ്പൊ ലെങ്ത് ടു ഏരിയ എന്ന് എഴുതിയാൽ ലെങ്ത് ടു ഏരിയ സെൽ കോൺസ്റ്റന്റ്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എഴുതിയില്ല. അപ്പൊ താഴെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി വയ്ക്കുക, സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു എൽ ബൈ എ. സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു എൽ ബൈ എ. സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു എൽ ബൈ എ. അപ്പൊ നാളേക്ക് പഠിക്കുന്ന ഒരു സാധനമായി എന്താ? സെൽ കോൺസ്റ്റന്റ്. ജി സ്റ്റാർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പല ബുക്കിലും പല പോലെയൊക്കെ എടുക്കാറ്. അവിടെ തൽക്കാലം സെൽ കോൺസ്റ്റന്റ് എൽ ബൈ എ കേട്ടോ. എൽ ബൈ എ പറയൂ. എൽ ബൈ എ ബ്രേക്കാ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു എന്താ? എൽ ബൈ എ. ഇത് ബ്രേക്ക് പതിവിലാണ്. ഇത്ര അധികം സമയമായാ ഡ്രൈ ആയാ കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കിയ മക്കളെ. ആർ ഈക്വൽ ടു എന്താ? റോ ഇൻറ്റു എൽ ബൈ എ ആണോ? ആർ ഈക്വൽ ടു എന്താ? റോ ഇൻറ്റു എൽ ബൈ എ. ആർ ഈക്വൽ ടു റോനെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, 1/c എന്ന് എഴുതട്ടെ. സോറി 1/c അല്ല, 1 കാപ്പ. എതിർപ്പുണ്ടാ? കാപ്പ എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ റെസിപ്രോക്കൽ എന്ന് പറയാം? പറയൂ. കാപ്പയുടെ റെസിപ്രോക്കൽ എന്ന് പറയാം. അപ്പൊ റോയ്ക്ക് പകരം എന്ത് കൊടുത്തു? 1 കാപ്പ ഈക്വൽ ടു എന്താ? ഈ സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടട്ടെ. അപ്പൊ എന്താ വരിക? റെസിസ്റ്റൻസ് ഇൻറ്റു കാപ്പ ഈക്വൽ ടു എന്താ? എൽ ബൈ എ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ആർ എന്താണ്? ആർ എന്താ? റെസിസ്റ്റൻസ്. കാപ്പ എന്താ? കണ്ടക്ടിവിറ്റി. എൽ ബൈ എ എന്താ? സെൽ കോൺസ്റ്റന്റ്. ഇക്വേഷൻ മാർക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ മാർക്ക് ചെയ്തല്ലോ. നാളെ പഠിക്കണം കേട്ടോ. എന്താ? റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി. റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഈക്വൽ ടു ആരാണ്? സെൽ കോൺസ്റ്റന്റ്. ആരാണ്? സെൽ കോൺസ്റ്റന്റ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് കഴിഞ്ഞു. ഇതിന്റെ പ്രോബ്ലംസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ പാഠം കഴിഞ്ഞു പോലെയാണ്. നമുക്ക് ഫിസിക്സ് പോയിട്ട് എടുക്കാം. കെമിസ്ട്രി മൂന്നാമത്തെ പാഠമാണ് കഴിയണേ. റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഈക്വൽ ടു എന്താണ്? സെൽ കോൺസ്റ്റന്റ്. അത് പുതിയ കാര്യമാണോ? അല്ല, നമ്മൾ പഠിച്ച് ഇക്വേഷൻ കൊണ്ടുവന്നതാണ് അല്ലേ. ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് പഠിക്കാൻ കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? കൺസെപ്റ്റുകൾ ക്ലിയർ ആവണ്ട. കൺസെപ്റ്റുകൾ ക്ലിയർ ആവണം. എന്നൊരു കാര്യം ചെയ്യേ, ഇതെല്ലാം സംശയങ്ങളെങ്കിൽ ചോദിക്കുക. 2 മിനിറ്റ് ഡൗട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം. എഴുതിയൊക്കെ നോക്കിയേ. ഇക്വേഷൻസ് അനലൈസ് ചെയ്തൊക്കെ നോക്കിട്ടാ. ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നത്, ആ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്നൊക്കെ നോക്കുക. മനസ്സിലാവണ്ട പറയുന്നത്. കഴിഞ്ഞൊന്നൊരു വൈൻഡ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ.
ശ്രദ്ധിച്ചോ മക്കളെ, നോക്കാം, ശ്രദ്ധിക്കൂ. ശ്രദ്ധിച്ച് ഇത് എന്തുകൊണ്ടാ ഈ ലാംഡ എമ്മിന്റെ ഇക്വേഷനിൽ എവിടുന്ന ഈ 1000 കയറി വന്നേ? ശ്രദ്ധിക്ക്. ഈ ലാംഡ എമ്മിന്റെ ഇക്വേഷനിൽ എവിടുന്ന ഈ 1000 വന്നേ? എം മോൾ ഇലക്ട്രോലൈറ്റ് ഇൻ 1 ലിറ്റർ ആണ് അല്ലേ? പക്ഷെ 1 ലിറ്റർ നമ്മൾ എന്ത് കാണിച്ചു? 1000 ഇവിടുന്ന് കാണിച്ചു. എന്താ കാരണം? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഡ എമ്മും കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, യൂണിറ്റുകൾ എഴുതിയപ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ എഴുതിയ മാഷ്? ഓ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ശരിക്കും SI യൂണിറ്റിൽ എന്താ വരിക? ഓം മീറ്റർ വരിക ആണോ? പക്ഷെ ഇവിടെ പറഞ്ഞു ചെറിയ പാത്രങ്ങളൊക്കെ ആയ കാരണം നമ്മൾ എന്തെങ്കിലും ഇത് കൊണ്ടുപോണേ സെന്റിമീറ്ററിൽ കൊണ്ടുപോകണം. പിടിയിട്ടുണ്ടാ? ഐഡിയ മനസ്സിലാവുണ്ട? അത് എന്ത് ഈ 1 ലിറ്റർ എന്നിട്ടാ പോരെ? അപ്പൊ 1 ലിറ്റർ എന്നിട്ടാണെങ്കിൽ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കാപ്പ ബൈ എം എന്നാണ് വരിക. പക്ഷെ കാപ്പയുടെ ഒക്കെ യൂണിറ്റ് നമ്മൾ എന്തിലാ പറഞ്ഞേ? സെന്റിമീറ്ററിലാ പറഞ്ഞേ കേട്ടോ. ശ്രദ്ധിക്കട്ടോ, കാപ്പയുടെ ഒക്കെ യൂണിറ്റ് എന്തിലാ പറഞ്ഞേ? ഇതിലൊക്കെ യൂണിറ്റുകളുടെ കളിയുണ്ട്. ഇപ്പൊ കാപ്പയുടെ യൂണിറ്റ് ഒരു പ്രോബ്ലം, പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം വന്നു, ഓരോ മിസ്സിങ്സ് പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു, ഒരു പരീക്ഷയ്ക്കാണ്. എന്താ കാപ്പയുടെ യൂണിറ്റ് തന്നത്? എന്തിലാ കാപ്പയുടെ യൂണിറ്റ്? എന്താ? സീമൻ സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ -1 ഉണ്ടോ? സത്യം തന്നെയാണോടാ? ആ. അപ്പൊ എന്താ കാപ്പയുടെ യൂണിറ്റ് നമ്മള് എക്സ്പെക്ട് ചെയ്യണത്? എന്താ? സീമൻ സെന്റിമീറ്റർ റേസ് ടു. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു, എന്താണെന്നറിയോ? മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കട്ടാ, ഓരോ മേഖലയോട് ശ്രദ്ധിക്കുക, ഓരോന്നിനും ഓരോ പ്രത്യേകതയിലുണ്ട്. അത് പറയണേ മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അവരെന്ത് തന്നിട്ടുണ്ട്? കാപ്പ തന്നിട്ടുണ്ട്. കാപ്പ എത്ര തന്നെയാണ്? കാപ്പ തന്നേക്കണത് ഒരു 5 സീമൻ മീറ്റർ റേസ് ടു -1. കിട്ടിയ. പിന്നെ മൊളാരിറ്റി തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ 5 ക്യാപിറ്റൽ, കുഴപ്പമില്ലല്ലോ. അപ്പോ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കാപ്പി തന്നിട്ടുണ്ട്. എന്ത് കാണുന്നുണ്ടോ? ലാംഡ എം ആണ് നമ്മുടെ ഇക്വേഷൻ. എന്താ? ലാംഡ എം ഈക്വൽ ടു എന്താ? കാപ്പ ഇൻറ്റു 1000 ബൈ എം. കാപ്പയ്ക്ക് എത്ര കൊടുത്തു? 5 കൊടുത്തു. ഇൻറ്റു 1000 ഇട്ടു. ബൈ എത്ര ഇട്ടു? ഈ ഉത്തരം ശരിയാ തെറ്റാ? ഇത് തെറ്റാന്ന് മനസ്സിലായ? അത് തെറ്റാ. അവിടെ നിങ്ങൾ 1000 ഉപയോഗിക്കാൻ പാടുമോ? അവിടെ 1000 ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ? കാപ്പ എന്തിനാ തന്നെയാണ്? മീറ്ററിലാ തന്നെയാണ്. അപ്പൊ 1 ലിറ്ററിന് മതി, 1 മീറ്റർ ക്യൂബിന് മതി. പിടിയിട്ടുണ്ടോ? വ്യത്യാസം മനസ്സിലാവണ്ട. അങ്ങനെയൊക്കെ തിരിച്ചു മാർക്കിന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാ 1000 വന്നത്? നമ്മള് യൂണിറ്റുകളൊക്കെ ഇതിൽ ഉപയോഗിച്ച് പോകുന്നേ സെന്റിമീറ്ററിൽ ഉപയോഗിച്ച് പോകുന്നത്. അപ്പൊ 1 ലിറ്ററിന് നമ്മൾ എന്തിലേക്ക് മാറ്റിയതാ? 1000 സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റിയപ്പോഴാണ് ആ 1000 കയറി കിടക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? SI സിസ്റ്റത്തിലാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? കാപ്പ ബൈ എം. എം അല്ലെങ്കിൽ സി ഉപയോഗിക്കും കേട്ടോ ചില ബുക്കുകളിൽ. C4 കോൺസെൻട്രേഷൻ. സി എന്താ? 1000 വന്നതിന്റെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇങ്ങനെ ചോദ്യം വന്നാൽ തെറ്റിക്കോ? തെറ്റിക്കരുത്. മിക്കവാറും ഏതിലാണ് തരിക? നമുക്ക് സെന്റിമീറ്ററിലാണ് തരിക. ഞാൻ പറഞ്ഞെന്ന് മാത്രം മനസ്സിലാവുണ്ട. ഈ ചില ബുക്കുകൾ നോക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ കാണുവേ, കാപ്പ ബൈ സി ആ കാണുള്ളൂ. എന്തുണ്ടാവില്ല? 1000 ഉണ്ടാവില്ല. അതെന്താ? ആ സി ഏതിലൊക്കെ എടുക്കണ്ടാവുക? SIയിലൊക്കെ എടുക്കുക. സിയും കാപ്പയൊക്കെ SI സിസ്റ്റത്തിലായിരിക്കും. നമ്മൾ സെന്റിമീറ്റർ ഉപയോഗിച്ച് വന്നുകൊണ്ടാണ് അവിടെ എക്സ്ട്രാ 1000 കയറിയത് കേട്ടോ. അപ്പൊ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഒക്കെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യാനുണ്ട്? പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ വരുമ്പോ എന്ത് കൊണ്ടുവരിക? കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. അടുത്ത ഹെഡിങ് കൊടുക്കുക, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ആണ് പറയുന്നത് കേട്ടോ. സൈലന്റ് ആയിരുന്നേ, എല്ലാവരും സൈലന്റ് ആയിരുന്നേ. ആദ്യം വേരിയേഷൻ ഹെഡിങ് എഴുതിയാലും നമുക്ക് ആദ്യം ഒരു രീതിയിൽ കൊണ്ടുപോകാം. നമ്മളിത് എന്ത് മാറുമ്പോഴുള്ള കാര്യമാണ് ഈ പറയണേ? എന്ത് മാറുമ്പോഴുള്ള കാര്യമാണ് ഈ പറയണേ? കോൺസെൻട്രേഷൻ മാറുമ്പോഴുള്ള കാര്യമാണ് ഈ പറയണേ അല്ലെ? ആണോ? ശ്രദ്ധിക്കണം മക്കളെ. എന്ത് മാറുമ്പോഴുള്ള കാര്യം പറയുന്നത്? കോൺസെൻട്രേഷൻ മാറുമ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഏത്? കണ്ടക്ടിവിറ്റിയുടെ കാര്യം പിടികിട്ടിയിട്ടുണ്ട് ഇല്ല?
ഇല്ലേ? അതിന്റെ കാര്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കണ്ടക്ടിവിറ്റി ഇൻക്രീസാ ഡിക്രീസാ? ഡിക്രീസ് അല്ലേ എഴുതിയത്? ഡിക്രീസ്. കാപ്പ ഡിക്രീസ് വിത്ത് എന്താ? കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴാ ഡിക്രീസ് ചെയ്യുമ്പോൾ. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡയലൂഷൻ. റീസണും പറഞ്ഞു. എന്താ? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്താണ്? ഡിക്രീസ് ആണ്. പെർഫെക്റ്റ് അല്ലേ? ഇനി മോളാർ കണ്ടക്ടിവിറ്റി എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ ശ്രദ്ധിക്കുക. മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ബ്രാക്കറ്റ് ഇട്ടോ. മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ്. അതായത് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, ലാംഡ എം ഇൻക്രീസസ് വിത്ത് ആരാ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ എന്താണ്? ഇൻക്രീസ് ഇൻ ഡയലൂഷൻ. പിടികിട്ടിയാ പറഞ്ഞത്? അതായത് കണ്ടക്ടിവിറ്റിയുടെ നേരെ എന്ത് സ്വഭാവ? കണ്ടക്ടിവിറ്റിയുടെ നേരെ എന്ത് സ്വഭാവ? ഓപ്പോസിറ്റ് സ്വഭാവമാണ് ആർക്കുള്ളത്? മോളാർ കണ്ടക്ടിവിറ്റിക്ക് ഉള്ളത്. കണ്ടക്ടിവിറ്റിയുടെ എന്ത് സ്വഭാവ? നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ആർക്കുള്ളത്? മോളാർ കണ്ടക്ടിവിറ്റിക്ക് ഉള്ളത്. കോൺസെൻട്രേഷൻ റീഡ് ചെയ്ത്. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ എം എന്താ? കൂടുക ചെയ്യും. അപ്പൊ നമ്മൾ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം. ലാംഡ എമ്മിന്റെ ഇക്വേഷൻ എന്താ? ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കാപ്പ ഇൻടു 1000 ബൈ എം. ഈ എം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പോ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇക്വേഷൻ പ്രകാരം എന്ത് കൂടും? ലാംഡ എം കൂടും. റിവേഴ്സ് എഫക്റ്റ് ആണ് അല്ലേ? കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. അപ്പൊ അതിന്റെ കാരണങ്ങളും ഇതൊക്കെ ഉണ്ട്, നോക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മോളാർ കണ്ടക്ടിവിറ്റി പഠിക്കുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ചേഞ്ച് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്, മറ്റൊന്ന് ആരാ? വീക്ക് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്ട്രോങ്ങും വീക്കും? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോ NaCl സൊല്യൂഷൻ 100 NaCl പാർട്ടിക്കിൾസ് എടുത്തിട്ട് മാഷ വെള്ളത്തിലിട്ടു. ആ 100 എണ്ണവും എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? Na+ഉം പറയൂ, Na+ഉം Cl- ആയിട്ട് മാറും. ആ 100 എണ്ണം എന്ത് ചെയ്യും? ഡിസോസിയേറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് നമ്മൾ. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ പ്രത്യേകത എന്താ? 100 എണ്ണം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു 20 എണ്ണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. 20 എണ്ണം ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21ാമത്തെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഒരെണ്ണം എന്ത് ചെയ്യും? തിരിച്ച് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അസോസിയേഷനും അസോസിയേറ്റ് ചെയ്ത അയണൈസ്ഡ് മോളിക്യൂൾസും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിൽ വരും. അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് ഇക്വിലിബ്രിയം എന്ന് വിളിച്ചത്? അയോണിക് ഇക്വിലിബ്രിയം എന്ന് വിളിച്ചത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇലക്ട്രോലൈറ്റുകൾ എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എന്താ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത? കംപ്ലീറ്റ് ഡിസോസിയേഷൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താ? കംപ്ലീറ്റ് ഡിസോസിയേഷൻ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താ? പാർഷ്യൽ ഡിസോസിയേഷൻ. എന്താണ്? പാർഷ്യൽ ഡിസോസിയേഷൻ. വീക്ക് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ആൽഫയൊക്കെ പഠിച്ച ഓർമ്മയുണ്ട് കഴിഞ്ഞല്ല? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അതൊക്കെ കൂടെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാഷേ ഈ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ആരാ? കോൺസെൻട്രേഷൻ സ്ട്രോങ്ങിനും വീക്കിനും വേറെ വേറെ പോലെയാണോ? അല്ല, രണ്ടും എന്തെന്നെയാ? രണ്ടിനും എങ്ങനെയാണ്? ട്രെൻഡ് എന്താ? സെയിം. സ്ട്രോങ്ങിന്റെ ആയിക്കോട്ടെ വീക്കിന്റെ ആയിക്കോട്ടെ, ശ്രദ്ധിക്കേ, സ്ട്രോങ്ങിന്റെ ആയിക്കോട്ടെ വീക്കിന്റെ ആയിക്കോട്ടെ, ആര് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോ ഇൻക്രീസ് ചെയ്യും. എന്നോട് പറഞ്ഞേ, ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ എന്ത് ചെയ്യും? എപ്പോ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടോ? സ്ട്രോങ്ങിനും വീക്കിനും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ട്രെൻഡ് രണ്ടിനും എന്താ? സെയിം. ശ്രദ്ധിക്ക്, ട്രെൻഡ് രണ്ടിനും എന്താ? സെയിം. പിന്നെ എന്തിനാ രണ്ടാക്കിട്ട് എഴുതിയാണ്? രണ്ടിനും ഒരുപോലെയാണ്, ഇവന് ഒറ്റ ഇതാക്കിട്ട് എഴുതിയ പോലെ. പക്ഷേ റീസൺ ഡിഫറെന്റ് ആണ്. റീസൺ ഒന്ന് ഇവിടെ, അവിടെ അതിന്റെ കാരണം വേറെയാ.
ഇവിടെ റീസൺ 2 അത് നമുക്ക് എഴുതാം. ഇവിടെ കിട്ടിയ ഈ ട്രെൻഡ് ഇങ്ങനെ ആവാനുള്ള കാരണം സ്ട്രോങ്ങിനുള്ള കാരണമല്ല ആർക്കുള്ളത്, വീക്കിനുള്ളത് എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ. സ്ട്രോങ്ങിനുള്ള കാരണമല്ല ആർക്കുള്ളത്, വീക്കിനുള്ളത്. റീസൺ 1 റീസൺ 2 എഴുതണ്ട. ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് എഴുതി വെച്ച്, ഈ ഫ്ലോ ചാർട്ട് ഒന്ന് എഴുതി വെച്ച്. അപ്പൊ എല്ലാം കൂടെ എനിക്ക് പെടും. എന്നിട്ട് നമുക്ക് ആ ചേഞ്ചിനോട് സംസാരിക്കും. വേഗാമോ സ്ട്രോങ് എങ്കിലും തീർക്കാൻ പറ്റുമോ? Molar conductivity increases with the decreasing concentration or increasing dilution. സ്ട്രോങ് തീർക്കാം, നാളെ വീക്ക് തീർക്കാം. നാളെ വീക്കും കോളറേഷൻ ഫ്ലോയും കൊടുക്കാം. അപ്പൊ കഴിഞ്ഞു പാടം, പിന്നെ പാടം കഴിഞ്ഞ പോലെ. പിന്നെ സെല്ല് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്, അത് ഭയങ്കര എളുപ്പമുള്ള ഒരു ഭാഗം. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തീർക്കാം. നാളേക്ക് പഠിക്കാവുന്ന എഴുതിട്ടോ, അവിടെ താഴെ എഴുതിക്കുന്ന ഭാഷ. എഴുതി കഴിഞ്ഞാ അടുത്ത ഹെഡിങ് കൊടുക്കുക. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് അപ്പൊ ട്രെൻഡ് മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ട്രെൻഡ് എങ്ങനെയാണ്? മോളാർ കണ്ടക്ടിവിറ്റിയുടെ ട്രെൻഡ് എങ്ങനെയാ? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക കേട്ടോ. മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അടുത്ത എഴുതാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എഴുതാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അടുത്ത എഴുതാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് എന്ന ഹെഡിങ് എഴുതിയാ ഇല്ലല്ലോ, വേണ്ട. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എഴുതിയോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ബ്രാക്കറ്റില് ലാംഡ എം 0 ഓർ ചില ബുക്കുകളിൽ ലാംഡ എം ഇൻഫിനിറ്റി ബ്രാക്കറ്റില് ലാംഡ. ചില ബുക്കിൽ ഇങ്ങനെയാണ്. ഡൈൻസിയാറിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആണ് കാണുന്നത്, ലാംഡ ആണ് കാണുന്നത്. ക്യാപിറ്റല് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ബ്രാക്കറ്റില് ലാംഡ എം 0 ലാംഡ എം ഇൻഫിനിറ്റി. മക്കളെ ചോദിക്കട്ടെ, കോൺസെൻട്രേഷൻ എന്താവാണ്? കോൺസെൻട്രേഷൻ എന്താവാണ്? ഡിക്രീസ്. എവിടെ ഈ ഡിക്രീസ് ആയിട്ട് കോൺസെൻട്രേഷൻ എവിടെ വരെ ആവാം? എത്ര വരെ ആവാം? നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതില് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു. അപ്പൊ അതിലൊരു കോൺസെൻട്രേഷൻ ഇല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. വലിയ ഗ്ലാസ് ആണെന്ന് കൂട്ടിക്കോ, ഭൂമിയുടെ അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആണെന്ന് കൂട്ടിക്കോ. അപ്പൊ എന്താണ്? ഉപ്പിട്ടുണ്ട്, വെള്ളം ഒഴിക്കും തോറും ഇതിന്റെ എന്ത് കുറയും? കോൺസെൻട്രേഷന്റെ വാല്യൂ കീപ്സ് ഓൺ ഡിക്രീസ്. ഇത് എവിടെ വരെ ഡിക്രീസ് ചെയ്യും? എത്രയിലേക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റുക? -1ലേക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെ വരെ? 0 വരെ. അപ്പൊ കോൺസെൻട്രേഷൻ എത്രയാവാണെന്ന് കരുതുക. കോൺസെൻട്രേഷൻ എത്രയാവാന്ന് കരുതുക?
സീറോ ആവുകയാണെന്ന് കരുതുക. ഇവിടെ ശ്രദ്ധ പോണോ പുറകുന്നൊക്കെ. കോൺസെൻട്രേഷൻ എത്രയാവാന്ന് കരുതുക? സീറോ ആവുകയാണെന്ന് കരുതുക. കോൺസെൻട്രേഷൻ സീറോ ആണെങ്കിൽ നമുക്ക് ആ ഡൈലൂഷൻ എന്തെന്ന് വിളിക്കാം? ഇൻഫിനൈറ്റ് ഡൈലൂഷൻ വിളിച്ചൂടെ? എത്രത്തോളം ഡൈലൂട്ട് ചെയ്യണം? കോൺസെൻട്രേഷൻ സീറോ ആണെങ്കിൽ ഇൻഫിനൈറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. കാരണം എപ്പോഴെങ്കിലും ഇത് സീറോ ആവുമോ? മനസ്സിലായ? നിങ്ങൾ 2 സ്പൂൺ പഞ്ചസാര ഭൂമിയുടെ അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആണെന്ന് കൂട്ടിക്കോ. ഈ പഞ്ചസാര അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു, വെള്ളം ഒഴിച്ചു. കോൺസെൻട്രേഷൻ ഇപ്പൊ സീറോ ആണോ? അല്ല, അതിൽ എന്തുണ്ട്? പഞ്ചസാര ഉണ്ട്. കോൺസെൻട്രേഷൻ എത്രയല്ല? സീറോ അല്ല. പിന്നെ അപ്പൊ നിങ്ങൾ സീറോ ആക്കാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര കാലം വെള്ളം ഒഴിക്കണം? അല്ലെങ്കിൽ എത്ര വലിയ പാത്രമാക്കണത്? അതിനളവുണ്ടാ? ഇല്ല. ഈ പ്രപഞ്ചത്തിന്റെ അത്രയ്ക്ക് എടുത്താലും അതിൽ എന്തുണ്ട്? പഞ്ചസാര ഉണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഡൈലൂഷൻ എന്ന് വിളിക്കണേ. ശ്രദ്ധിക്കുക, ഇൻഫിനൈറ്റ് അല്ലെ? വേഗേ ഇവിടെ ശ്രദ്ധിക്കുക. എന്ന് പറയണേ ഇൻഫിനൈറ്റ് ഡൈലൂഷൻ. സീറോ കോൺസെൻട്രേഷൻ ആവുമ്പോ എത്രയാണോ മോളാർ കണ്ടക്ടിവിറ്റി, ആ മോളാർ കണ്ടക്ടിവിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഒന്ന് പറഞ്ഞേ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദ molar conductivity when the concentration is zero or infinite dilution. കുഴപ്പമില്ലല്ലോ. മോളാർ കണ്ടക്ടിവിറ്റി തന്നെയാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഏത് സമയത്തെ മോളാർ കണ്ടക്ടിവിറ്റി? കോൺസെൻട്രേഷൻ എത്രയാക്കുമ്പോ? സീറോ. അതായത് ഡൈലൂഷൻ അങ്ങ് ഇൻഫിനൈറ്റ് എത്തുമ്പോ. കുഴപ്പമില്ലല്ലോ. ഡെഫിനിഷൻ കൃത്യമായിട്ടൊന്ന് എഴുതിയേ. ഡെഫിനിഷൻ എഴുതുക. എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണല്ലേ. ശ്രദ്ധിക്കണം മക്കളെ, എന്ത് വാല്യൂ ആണ്? മാക്സിമം വാല്യൂ. കാരണം നമ്മൾ പരമാവധി കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? പറയൂ, കുറച്ചു. അപ്പൊ പരമാവധി ലാംഡാവ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. എഴുതും. ലാംഡ എം എന്താ ചിഹ്നം? ലാംഡ എം സീറോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. Limiting molar conductivity is the maximum limiting value of molar conductivity. മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ. അപ്പൊ നാളേക്ക് പഠിക്കാൻ അടുത്ത സാധനമായിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കേട്ടോ. അല്ല, അതിന് മുൻപ് ട്രെൻഡ് പഠിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം കേട്ടോ. ഹൗ ലാംഡ എം ചേഞ്ച് വിത്ത് ആരാ? കോൺസെൻട്രേഷൻ. അതൊരു ചോദ്യം. അതിന്റെ ഉത്തരം അവിടെ ഉണ്ട്. പിന്നെന്താ? ലാംഡ എം സീറോ കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. മാക്സിമം എഴുതിയത് മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ when the concentration എത്രയാ? when the concentration approaches zero. When the concentration approaches zero or അല്ലെങ്കിൽ എന്ത് പറയാം? എന്ത് ഡൈലൂഷനാ? or പറയൂ, or എന്ത് ഡൈലൂഷനാ? ഇൻഫിനൈറ്റ് ഡൈലൂഷൻ. ചിഹ്നം ക്ലിയർ അല്ല? ഇതിന്റെ ലാംഡ എം സീറോ അല്ലെങ്കിൽ എന്താ? ലാംഡ എം ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? അത് പറയാം. ഓക്കെ, ലാംഡ എം സീറോ, ലാംഡ എം ഇൻഫിനിറ്റി. ഇതിനും വലിയ വാല്യൂ എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കോൺസെൻട്രേഷൻ ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന എത്ര വരെയാണ്? പറയടാ. കോൺസെൻട്രേഷൻ ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന എത്ര വരെയാ? സീറോ വരെയാണ് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് പറ്റാവുന്നതിൽ ഏറ്റവും അധികം ഉള്ള എന്ത്? ലിമിറ്റിംഗ് വാല്യൂ. എന്റെ വാല്യൂക്ക് കിട്ടുമോ മോളാർ കണ്ടക്ടിവിറ്റി? ഇല്ല. അടുത്തത് എഴുതുക. Variation of molar conductivity of strong electrolyte with concentration. നമ്മൾ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ടാ. നിങ്ങൾ കുറെ പേർക്കൊക്കെ തല പോഞ്ഞിട്ട് കുറെ പേര് വിട്ടുകളയാ. മനസ്സിലായ? കുറെ പേര് വിട്ടുകളയാ. എന്ത് തല പോയുമ്പോഴേ ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാട്ടോ. മനസ്സിലാവണ്ട? ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. കാര്യങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? പഠിക്കാൻ പറ്റട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക്, ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ചില ജോലികൾ ചെയ്യുമ്പോ എന്താ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചില ജോലികൾ ചെയ്യുമ്പോഴേ വളരെ കുറഞ്ഞ കൂലിയും, ചില ജോലികൾ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതൽ. എങ്ങനത്തെ ജോലികൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടണമെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഫിസിക്കലായിട്ടുള്ള, അതായത്
മീനിയൽ ജോബുകളുണ്ട്. മീനിയൽ ജോബുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ ഒരാളെ വെക്കുകയാണ്, ഇവിടെ ഒരാളെ വെക്കണത് ഇത് ദിവസം എന്ത് ചെയ്യണം? അടിച്ചു വാരി ഇടണം എന്ന് പറഞ്ഞു അയാളുടെ അടുത്ത്. ദിവസം എന്ത് ചെയ്യണം? അടിച്ചു വാരി ഇടണം, ഷട്ടർ തുറക്കണം, ഷട്ടർ അടയ്ക്കണം, പൂട്ടണം, ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു. ഇയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരാളെ വെച്ച് എന്താ ഇവിടെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരാളെ നിർത്തി. അയാൾ കൊടുക്കുന്ന പൈസയും ഈ അടിച്ചു വരാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്ന പൈസ ഒരുപോലെ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരുപോലെ ആണോ നമ്മൾ കൊടുക്കുന്നേ? അല്ല. ഒരുപോലെ ആണോ കൊടുക്കണ്ടെന്നുള്ളത് സോഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് പോകണില്ല. തൽക്കാലം എന്താണ്? ഒരുപോലെ അല്ല കൊടുക്കണേ, അല്ലെ? ഒരുപോലെ അല്ല കൊടുക്കണം. അത് എന്തുകൊണ്ട് ഒരുപോലെ കൊടുക്കാത്തേ? എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ, മറ്റേ ആള് വന്നു ഇവിടെ ആകെ പൂട്ടി, അയാൾ കുറെ അടിച്ചു പോയി, കുറെ തുടച്ചു, ബെഞ്ചൊക്കെ പിടിച്ച് അങ്ങോട്ട് തുടച്ചു, അവിടെ നിന്ന് മറ്റേ ആൾ ഇവിടെ വന്നിട്ട് 2 വർഷം അങ്ങോട്ട് എന്ത് ചെയ്തു? പോയി. പുറത്ത് നോക്കുമ്പോ അങ്ങനെയല്ലേ തോന്നുക? ശരിയാണോ? ശരിയല്ലേ പറഞ്ഞ കണ്ടിട്ടതല്ലേ? ഈസിയായിട്ട് ഡോക്ടർ വന്നു, ഒരു ഡോക്ടർ ഇരിക്കുമ്പോ കുറച്ച് പനി, ജലദോഷം, അതെ 200 രൂപ ഓടിച്ചു. മറ്റേ ആൾ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ട പൊട്ടിച്ചാലും 800 കിട്ടും. ഇയാള് 10 മിനിറ്റ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 8,000 രൂപ കിട്ടും. ശരിയല്ലേ പറഞ്ഞ? ഇത് എന്താ ഒരു വ്യത്യാസം വരണേ? എന്തായാലും വ്യത്യാസം വരണം കഴിഞ്ഞാലേ ഈ സത്യത്തിൽ എന്താ മീനിയർ ആയിട്ടുള്ള ജോബുകൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആ ജോബുകൾ എന്ത് ചെയ്യാം? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനത്തെ ജോബിന് എന്താ ഡിമാൻഡ് കുറവാ. ഡിമാൻഡ് കുറയുമ്പോ പ്രൈസ് എന്താ? കുറയും. സിമ്പിൾ യുക്തിയാണത്. മനസ്സിലാവുണ്ടോ പറയണം? ഡിമാൻഡ് കുറയുമ്പോ എന്ത് കുറയും? പ്രൈസ് കുറയും, കൂലി കുറയും. അതേസമയം ഡോക്ടർ ആവുമ്പോളാ, ഡോക്ടർമാർക്ക് എല്ലാവർക്കും കയറി ഡോക്ടർ ആവാൻ പറ്റുമോ? എല്ലാവരും കയറി ഡോക്ടർ ആവാറുണ്ട്, പക്ഷെ പൈസ മേടിക്കാൻ പറ്റാറില്ല. കാരണം എന്താ? അത് വ്യത്യാസമല്ല. എല്ലാവരും കയറി ഡോക്ടർ ആവും സത്യത്തില്. വീട്ടിലൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് മറ്റേത് കലക്കിട്ട് കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഒക്കെ ശരിയാവുക എന്ന് പറഞ്ഞ പോലെ. ഈ വയനാട് പോയപ്പോഴേ കൈ പ്രശ്നമായി വീണ്ടും. കൈ പ്രശ്നമായപ്പോ ഇങ്ങനെ നിൽക്കുക, കൈ ലോക്കായി. ഈ കയ്യെ ലോക്കാവും, ഈ കയ്യെ ലോക്കായിട്ട് എന്താവണോ ആവും. അപ്പൊ കസിൻസ് ഒക്കെ വന്നിട്ട് ചേട്ടാ ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഇട്ടാ മതി, ഇപ്പൊ ശരിയായിക്കോ? വേണ്ട. അവർ പറയും ഷോൾഡർ എന്ത് ചെയ്താന്ന് പറയണേ? ഡിസ്ലൊക്കേറ്റ് ചെയ്താന്ന് പറയണേ. ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ എക്സ്റേ എടുത്തു. ഷോൾഡറിന് എന്താ? ഒരു പ്രശ്നമില്ല, മസിൽ സ്ട്രെയിനാ. ഇവന്മാരെ കൂടെ എന്താ കൈ പിടിച്ച് അവസാനം 4 ട്രൈ ചെയ്യുന്നതിനെ എല്ലാവരും ഡോക്ടർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞത് കാരണം. പക്ഷെ വർക്കൗട്ട് ആവില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല, ശ്രദ്ധിക്കുക. ഈ ഡോക്ടറും ഇങ്ങനത്തെ മീനിയലായിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, രണ്ടുപേരും ചെയ്യണ ജോലികളുടെ വ്യത്യാസം എന്താ? ഒരാൾ ചെയ്യണ ജോലി എന്താ എല്ലാവർക്കും ചെയ്യാം. അയാളത് എന്തുകൊണ്ടാണ് ചെയ്യണം? അയാളുടെ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ടാണ് ചെയ്യണേ. ശരിയല്ലേ? ആണോ? അതെ. പക്ഷെ മറ്റേ ആൾ ചെയ്യണ ജോലി എന്താ? ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് അല്ല, അയാളുടെ എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്? മെന്റൽ ഹെൽത്ത് ഉപയോഗിച്ച് ചെയ്യണേ. മനസ്സിലാവണ്ട? അപ്പൊ അതുകൊണ്ട് ആണ് എന്ത് തന്നെ ഇപ്പൊ കുറെ ഈ സബ്ജക്ട് ഇങ്ങനെ കുറെ പറയുമ്പോഴേ കുറെ പേര് അത് വിട്ടുകളയാ. എന്തപ്പോ ഇത് അടിച്ചു വരാൻ അത്ര ബുദ്ധിമുട്ടില്ല ഇത് മനസ്സിലാക്കാൻ ശരിക്കും. പക്ഷെ അത് എവിടെ ബുദ്ധിമുട്ട് വരും? തലയുടെ ഉള്ളിൽ എന്ത് വരും? ബുദ്ധിമുട്ട് വരും. അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. മനസ്സിലാവുണ്ടോ പറയണത്? അതിന് എന്ത് ചെയ്യാൻ പറ്റണം? ഓവർകം ചെയ്യാൻ. ഞാൻ 1-2 സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ നോക്കുമ്പോഴേ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടും. പക്ഷെ എന്താ സാധനം പഠിക്കാതിരിക്കുമ്പോ എന്താ നമുക്ക് കാര്യങ്ങൾ എന്താവണില്ല, ഭയങ്കര വേഗമായിട്ടുള്ള ഐഡിയ വരണേ. വേർതിരിച്ചെടുക്കാൻ എന്ത് ചെയ്യണില്ല, പറ്റണില്ല. അത് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്ത് ഉണ്ടാക്കാൻ പറ്റും? റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയണത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ എവിടേക്ക് പോകാൻ ശ്രമിക്കുക, അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിടികിട്ടുണ്ടാ പറയുന്നത്? വെറുതെ ഒരു ഇക്വേഷൻ പഠിച്ചു, വെറുതെ ഒരു കുറെ പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു, അതുകൊണ്ട് പറ്റില്ല. ഇപ്രാവശ്യം തൊട്ട് പ്രത്യേകിച്ചു. അപ്പൊ അതുകൊണ്ടാണ് പറയണത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് വലിച്ചു നീട്ടണേ. പിടികിട്ടുണ്ടോ പറയണത്? അപ്പൊ അത് നിങ്ങൾ ബാക്കിലേക്ക് പോയിരിക്കോ? മനസ്സിലാവുണ്ടോ പറയണത്? ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വേരിയേഷൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വേരിയേഷനിൽ ഇത് ഗ്രാഫ് പരിശോധിക്കുകയാണ് നമ്മൾ. ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന ഗ്രാഫ് എഴുതുന്നത്. ഇത് അധികം എന്താ നോട്ടാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഒരു വൈ ആക്സിസ് ഉണ്ട്. നമ്മൾ ആരുടെ വേരിയേഷനാ പഠിക്കണേ? കോൺസെൻട്രേഷനും പിന്നെന്താ ലിമിറ്റിംഗ്, മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് അല്ല, മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് അതിന്റെ ഗ്രാഫ് നമ്മൾ HCl ആണെന്ന് കരുതുക. സ്ട്രോങ് എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എന്താ? റൂട്ട് സി ആണ് എവിടെ എടുക്കണേ? എക്സ് ആക്സിസിൽ എടുക്കുന്നത് റൂട്ട് സി. സി എന്ന് വെച്ചാൽ എന്താ? സി ഫോർ കോൺസെൻട്രേഷൻ. സി എന്താണ്? കോൺസെൻട്രേഷൻ. അപ്പൊ റൂട്ട് സി എവിടെ എടുത്തു? ഏത് ആക്സിസിൽ എടുത്തു? എക്സ് ആക്സിസിൽ എടുത്തു. വൈ ആക്സിസിൽ എടുക്കുന്നത് എന്താ? ലാംഡ എം. വൈ ആക്സിസിൽ എന്താ? ലാംഡ എം. ലാംഡ എം എന്താ? മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് ആയുണ്ടോ? ഇല്ല. ലാംഡ എം എന്താ? അതില് വർക്ക് ചെയ്യില്ലേ? ഒരൊറ്റെണ്ണത്തിന്റെ വാച്ച് വർക്ക് ചെയ്യില്ല അല്ലെ? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യില്ല. ചാർജ് ഇല്ല. 687. അപ്പൊ എന്താ? ലാംഡ എം ഏത് ആക്സിസിലാ? മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ ശ്രദ്ധിക്കേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുക? റൂട്ട് സി സി
അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതോറും കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കുക? കൂടുവോ കുറയോ? കുറയും. അപ്പൊ ലാംഡ എങ്ങടെ പോവാ? ലാംഡ എങ്ങോട്ട് പോവും? മോളിക്കല്ലേ പോണ്ടേ? കാരണം എന്താ? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ലാംഡ കൂടും. അപ്പൊ അതെ ഗ്രാഫ് വരുന്ന ഇങ്ങനെയാണ്. എന്താ വരച്ചാണ് മാഷ്? നേരെയുള്ള കാര്യം വരച്ചാണ് അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ അല്ല വരച്ചാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് വരച്ചാണ്. ഇത് HCl ആണെന്ന് കൂട്ടിക്കും. ഒരു വേണ്ട, അങ്ങനെ കമ്പാരിസൺ വേണ്ട, ഒരു സ്ട്രോങ്. അപ്പൊ ഇതാണ് ഗ്രാഫ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കോൺസെൻട്രേഷനിലുള്ള എന്ത് അളക്കും? ലാംഡ അളക്കും. അങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് എന്ത് നോക്കി? വരച്ച് നോക്കിയപ്പോ കിട്ടിയ വര എന്ത് വരയാ? സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമ്പോ സ്ട്രോങ്ങിന്റെ കേസിൽ നമുക്ക് പറയാം ആദ്യത്തെ പോയിന്റ് ഈ ചേഞ്ച് എങ്ങനെയാ വരണേ? ലീനിയർ ചേഞ്ച് ആണ് വരുന്നത്. എന്ത് ചേഞ്ചാ? ലീനിയർ ചേഞ്ച് ആണ് അല്ലെ? ലീനിയർ അല്ലേ ചേഞ്ച്? മിഠായി കണക്ക് പോലെയാണ്. ഒരു മിഠായിക്ക് 5 രൂപ, 2 മിഠായിക്ക് എത്ര രൂപ? 10 രൂപ. ആ കണക്ക് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ആരുടെ ചേഞ്ച്? ഏത് ഇലക്ട്രോലൈറ്റാ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ചേഞ്ച് എങ്ങനെയാണ്? ഗ്രാഫ് എന്ത് ഷേപ്പാ വന്നേ? സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് എന്ത് ഷേപ്പാ വന്നേ? സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും ഇക്വേഷൻ ഉണ്ടാവും. എന്താ? പല ഫോംസ് ഓഫ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ വർഷം ഇല്ലേ? y = mx + c, y2 - y1 = അല്ലേ m × x2 - x1. ധാരാളം x/a + y/b = 1 ഇന്റർസെപ്റ്റ് ഫോം അല്ലേ? സ്ലോപ്പ് ഫോം ആണ് എടുക്കണേന്ന് കരുതുക. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാവും. y = എന്താ? mx + c. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. y ആക്സിസിൽ ആരാ? ലാംഡ. അപ്പൊ y ക്ക് പകരം എന്ത് എഴുതാം? ലാംഡ എന്ന് എഴുതാം. വാട്ട് ഈസ് m? m എന്താ? സ്ലോപ്പ്. m എന്താ? ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണോ പോസിറ്റീവ് സ്ലോപ്പ് ആണോ? കണ്ടിട്ട് എന്താ തോന്നണേ? നെഗറ്റീവ് സ്ലോപ്പ്. അപ്പൊ -b b ഒരു കോൺസ്റ്റന്റ് ആണ്, പിന്നീട് പറയാം. x ആക്സിസ്, x എന്ന് വെച്ചാൽ x ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ആണ്. x ആക്സിസിൽ എന്താ കോൺസെൻട്രേഷൻ? എന്ത് കോൺസെൻട്രേഷനാ? c ആണോ റൂട്ട് c ആണോ? റൂട്ട് c ആണ് കണക്ക് പ്രകാരം. അപ്പൊ b × c + c. വാട്ട് ഈസ് c? ഓർമ്മയുണ്ടാ? c എന്താ? ഇന്റർസെപ്റ്റ്. വെരി ഗുഡ്. ഏത് ഇന്റർസെപ്റ്റ്? y ഇന്റർസെപ്റ്റ്. ഇത് ഇവിടെ മുട്ടിണ്ടാ? ഇല്ല. മുട്ടിക്കാൻ പറ്റുമോ എക്സ്പെരിമെന്റ് ചെയ്തിട്ട്? ഇല്ല, മുട്ടിക്കാൻ പറ്റില്ല. കാരണം എത്ര കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റില്ല? 0 കോൺസെൻട്രേഷൻ കൊണ്ടിട്ട് കുത്തിടാൻ പറ്റുമോ അവിടെ? ഇല്ല. പക്ഷെ ഇത് ലീനിയർ അല്ലേ? നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എക്സ്ട്രാപോളേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? എക്സ്ട്രാപോളേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് ഇങ്ങനെയല്ല പോണത്, ഇങ്ങനെയല്ല. ഇവിടെയൊക്കെ ചെയ്താൽ ഈ സാധനം വരുന്നുണ്ടോ? പക്ഷെ എക്സ്പെരിമെന്റിൽ എവിടെ മുട്ടിക്കാൻ പറ്റില്ല? 0 മുട്ടിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എവിടെ മുട്ടിയാന്? ഇവിടെ മുട്ടിയാന്. അവിടെ ഒരു ലാംഡ m ഉണ്ടാവില്ലേ? ആ ലാംഡ mന്റെ പ്രത്യേകത എന്താ പറയേ? അപ്പൊ ആ ലാംഡ mനെ നമുക്ക് എന്ത് വിളിക്കാം? ലാംഡ m0. എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി കണ്ടെത്താം. അപ്പൊ സിക്ക് പകരം മാഷിക്ക് എന്ത് ഉപയോഗിക്കാം? ലാംഡ m0. എതിർപ്പല്ലോ. അപ്പൊ ഒരു ഇക്വേഷൻ ആയി എന്താ? ലാംഡ m = ലാംഡ m0 - b × √c. എതിർപ്പല്ലോ. ഓക്കെ, തിരിച്ചിട്ടൊന്ന് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ലേ? കുഴപ്പമില്ലല്ലോ, ഭംഗിയാക്കാൻ. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിബൈ. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഡിബൈ. ഓർമ്മയില്ല? 1 ഡിബൈ എത്ര കൂളോമീറ്റർ ആണോ അല്ലെ? 3.1 പറഞ്ഞു. 1.33 × 10⁻³ - 27 ആ. ഡിബൈ ഹക്കിൾ എന്താ? ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയും. ഈ ഇക്വേഷന്റെ പേരെന്താ? പറയേ. ഡിബൈ ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ എന്നാണ് എന്ത് നമ്മള് ഈ ഇക്വേഷനെ പറയും. കുഴപ്പമില്ലല്ലോ. ക്ലിയർ? അപ്പൊ എന്ത് റിലേഷൻ ആണ് വരുന്നത്? സ്ട്രോങ്ങിന്റെ കേസിൽ എന്താ വരുന്നത്? ലീനിയർ. ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ. ഇക്വേഷൻ ലാംഡ m = ലാംഡ m0 - b × √c. ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിബൈ ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയും. ഇനി വേറെ കാര്യമുണ്ട്. we can find lambda m0 by എങ്ങനെയാ? ഗ്രാഫിക്കലി. എങ്ങനെയാണ്? ഗ്രാഫിക്കലി. ലാംഡ m0 എങ്ങനെ കണ്ടെത്താം? അവിടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കേ. ലാംഡ m0 എങ്ങനെ കണ്ടെത്താം? എങ്ങനെ കണ്ടെത്തിയ നമ്മള്? ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ m0 കണ്ടെത്താം. കുഴപ്പമില്ലല്ലോ. ട്രെൻഡ് ക്ലിയർ അല്ലേ പറഞ്ഞത്? ട്രെൻഡ് എന്താ? കോൺസെൻട്രേഷൻ കുറയണതിനനുസരിച്ച് മോളാർ കണ്ടക്റ്റിവിറ്റി എങ്ങോട്ട് പോകുന്നുണ്ട്? മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് സ്ട്രോങ്ങിന്റെ അവസ്ഥ. അത്രയും മാർക്ക് ചെയ്ത് ഇനി എന്റെ റീസണൊക്കെ നമുക്ക് നാളെ എടുക്കാം.
ഇത് പഠിക്കണ്ട, ഈ എഴുതിയത് മാത്രം പഠിച്ചോണ്ടെന്നാ മതി കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്താ എഴുതണ്ടെന്നാണോ? ഇതാണ് എഴുതേണ്ടത്, വേറെ ഒന്നും എഴുതണ്ട. ഏതാ ഈ സാധനം? ബൈ ഗ്രാഫിക്കലി ഓൺസാഗർ ഇക്വേഷൻ, ONSAGER. എങ്ങനെ വായിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പോയോ? എനിക്കിപ്പോ അങ്ങനെ വായിക്കാനാണ് സൗകര്യമുള്ളൂ. ഓൺസാഗർ. ഓക്കെ, സ്പെല്ല് കിട്ടിയില്ലേ? കുഴപ്പമില്ലല്ലോ. ഈ ട്രെൻഡ് ക്ലിയർ അല്ലേ? ഗ്രാഫ് പഠിക്കണം കേട്ടോ. ഈ ഗ്രാഫ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ റീസൺ വീക്ക് കോൺട്രാക്ഷൻസോ കഴിഞ്ഞാൽ ഈ പുള്ളിക്കെട്ട് പിടിച്ച ഭാഗം എന്താ കഴിഞ്ഞു. പിന്നെ എളുപ്പമുള്ള കാര്യങ്ങളോ ഒക്കെ വേഗം വേഗം എടുത്ത് അവസാനിപ്പിക്കാം. ആ ഫീസ് ക്ലിയർ ചെയ്യാനുള്ളവര് ഇന്നൊക്കെ എന്താ ക്ലിയർ ചെയ്യണം കേട്ടോ എല്ലാവരും. ഇന്നെതിരെ 11-ാം തീയതി ആയില്ലോ, 10-ാം തീയതി ആയി, 5-ാം തീയതി 7-ാം തീയതിയുടെ ഉള്ളിലൊക്കെ എല്ലാവരും ക്ലിയർ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാൾമെന്റ് ക്ലിയർ ചെയ്യാനുള്ളവർ ക്ലിയർ ചെയ്യണം കേട്ടോ. ആലൻ ക്ലിയർ ചെയ്യണം, പിന്നെ ആരാ ആൽഫ്രഡ് ക്ലിയർ ചെയ്യണം, പിന്നെ എനിക്ക് അക്സ അല്ലെ, അക്സ ഫീസ് അടച്ചിട്ടില്ലല്ലോ, ക്ലിയർ ചെയ്യണം കേട്ടോ. ഇന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, പേര് ഇമ്മാനുവൽ ഒന്ന് ക്ലാസ് കഴിഞ്ഞ് നിന്നോളൂ. പേര് അടിയാത്തതിന് ആരൊക്കെ ഉള്ളേ? അടിയതല്ലേ ചോദിച്ചില്ലേ ക്ലാസ്സിൽ? ശരിയാണ്, താങ്ക് യു.